السلام عليكم ورحمة الله تعالى وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. بسم الله العظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن. بسم الله ما شاء الله كان، ما لم يشأ لم يكن، ولا حول ولا قوة إلا بالله العلي العظيم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وأما من خاف مقام ربه ونهى النفس عن الهوى فإن الجنة هي المأوى. يسألونك عن الساعة أيان مرساها فيما أنت من ذكراها. هو الحبيب الذي ترجى شفاعته لكل حول من الأهوال مقتهمي. جل مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم إن لم يكن في معادي آخذا بيدي فضلا وإلا فقل يا ذلة القدم. جل مولاي صل وسلم حبيبك خير الخلق كلهم. أنت شمس أنت بدر أنت نور فوق نور أنت إكسير وغالي أنت مصباح الصدور. الصلاة والسلام عليك يا رسول الله. الصلاة والسلام عليك يا حبيب الله. يسرنا سيرنا وسهلا أمورنا فلهم بسيد أهدى لطاهر الولي. لا إله إلا الله لا إله إلا الله لا إله
illallah Muhammadur Rasulullah sahihan ajsamana wa afina wa salliman anhujumi mautina bi haqqi tajil ulama la ilaha illallah la ilaha illallah Muhammadur Rasulullah. Alhamdulillah, വളരെയേറെ സുന്ദരമായ നല്ല ഒരു പരിസരത്തായിട്ട് എല്ലാവരും ഒരുമിച്ച് കൂടിയത് അല്ലാഹു സുബ്ഹാനഹു തആല ഞങ്ങളുടെ കൂടിയതുപോലെ നാളെ അവന്റെ ജന്നാത്തുൻ നഈം സ്വർഗ്ഗലോകത്ത് എല്ലാവരും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാഹ്, ഈ ഒരു ബട്ടലടക്കാച്ചുള്ള ഈ ഒരു രായത്ത് ನಾನು ಬರಂಬತ್ತು ಕೊರೆ ಕಷ್ಟಪಟ್ಟೆಂಗಿಲು ಉಡಿಗೆ ಎತ್ತಿಪಡುಂಬತ್ತು ಅಲ್ಹಮ್ದುಲಿല്ലാഹ್ ഭയങ്കര റാഹത്തായി ബറവുള്ള തിരുങ്ങ ചമ്മ ഇടുക്കാണെങ്കിലും എത്തിപ്പെട്ടങ്ങനത്തെ ഈ ഒരു ജാഗയും ഈ ഒരു പരിസരവും ഇവിടുത്തെ ആൾമാറും എല്ലാം കൊണ്ടും നല്ല ഒരു മനസ്സ് തൃപ്തിയാവുന്ന രൂപത്തിലുള്ള അങ്ങനത്തെ ഒരു സാഹചര്യമായിട്ട് അല്ലാഹു സുബ്ഹാനഹു തആല ഞങ്ങളെ ഈ ഒരു ആത്മീയമായ ബന്ധം ഖിയാമത്ത് നാളത്തോളം അല്ലാഹു നിലനിർത്തി തരുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, എല്ലാവരും പരിശുദ്ധമാക്കപ്പെട്ടിരിക്കുന്ന ഇസ്ലാമുടെ യഥാർത്ഥമായ ആശയത്തെയും ആദർശത്തെയും മുറുകെ പിടിച്ച് ജീവിക്കണം താഴ്മാരായിട്ട് അതുകൊള്ളങ്ങനത്തെ ഏറ്റവും വലിയ അടയാളായിട്ട് ഞങ്ങളെ മുട്ട കിടക്കരങ്ങനത്തെ ഈ ഒരു മഹാൻ അല്ലാഹു സുബ്ഹാനഹു തആല ആ മഹാന്റെ ദറജ അല്ലാഹു ഉയർത്തുമാറാവട്ടെ. ആ മഹാന്മാരോടൊപ്പം നാളെ സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂടും അല്ലാഹു എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഈ മഹാന്മാരെ കുറിച്ചിട്ട് പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിൽ അല്ലാഹു ചൊല്ലുന്ന ഒരു ആയത്തുണ്ട്, അലാ ഇന്ന ഔലിയാ അല്ലാഹ് ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അല്ലാഹു വളരെയേറെ ഗൗരവത്തോടു കൂടി ചൊല്ലുന്ന പല കാര്യങ്ങൾ അലാ എല്ലാവരും പഠിച്ചു പോയിക്കൊണ്ട് ഈ വിഷയ എന്തൊരു വിഷയ ഇന്ന ഔലിയാ അല്ലാഹ് അല്ലാഹുവിന്റെ ഔലിയാക്കന്മാർ അല്ലാഹുവിനായിട്ട് ജീവിതം ത്യാഗാക്കി അങ്ങനത്തെ ജീവനത്തെ എല്ലാ സുഖവും മറന്നിട്ട് അല്ലാഹുവിനായിട്ട് അല്ലാഹുവിന്റെ ദീനുവിനായിട്ട് അല്ലാഹുവിന്റെ ദീനിന്റെ യഥാർത്ഥമായ ആശയത്വവും ആദർശത്വവും ഈ ലോകത്തെ എല്ലാ മൂത്തവും എത്തുപാട്ടുകനായിട്ട് ജീവിച്ചവന്റെ ആൾമാർ അങ്ങനെയുള്ള ഔലിയാക്കന്മാർ ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അങ്കുരു പേടിയും ഇല്ല, അങ്കുരു ദുഃഖവും ഇല്ല. അങ്ങ് ഈ ലോകത്തിൽ ജീവിച്ച ജീവന അങ്ങ് ഈ ലോകത്തിൽ ജീവിക്കുമ്പോഴത്തെ ഓരോ ടൈമുങ്ങ അതെല്ലാം ചെലവാക്കിയത് അല്ലാഹുവിനായിട്ടായതുകൊണ്ട് അങ്ങ് മറിച്ചതിൽ പിന്നെ അങ്കുരു പേടിയും ഇല്ല, ഒരു ദുഃഖവും ഇല്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അത്തരത്തിലുള്ള ആ മഹാന്മാരുടെ മഹത്വങ്ങളെ ഞങ്ങൾ അനുസരിക്കുകയും ഞങ്ങളെ സിയാറത്താകുകയും അതുകൊള്ള മനസ്സ് അല്ലാഹു നമുക്ക് തന്നൊരാശുള്ളത് അത് വലിയ ഭാഗ്യമായിട്ട്. ഇന്നത്തെ കാലത്തിൽ ഇത്തരത്തിലുള്ള സിയാറത്ത് കേന്ദ്രത്തെ അല്ലാഹുവിന്റെ ഹബീബ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അടക്കമുള്ള ഇത്തരത്തിലുള്ള സിയാറത്ത് മസാറുകളെ കേന്ദ്രങ്ങളെ ശിർക്കട് കേന്ദ്രമായിട്ട് കാട്ടിക്കൊണ്ടുള്ളങ്ങനത്തെ അർത്ഥാക്കിക്കൊണ്ടുള്ളങ്ങനത്തെ ഒരു സമുദായ, ഒരു സമൂഹ, ഒരു യുവജന, ഒരു കൂട്ടമാൾമാർ ഞങ്ങളെ ചുറ്റുമുറ്റും ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ അൽഹംദുലില്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിലുള്ള ഒരു ശിർക്കുവാദത്തും അത്തരത്തിലുള്ള ഒരു അപവാദത്തും അത്തരത്തിലുള്ള ഒരു മോശമായ ചിന്തയും ഞങ്ങളെ പെടുത്താണ്ട് അല്ലാഹുവിന്റെ ദീനിനായിട്ട് ജീവിതം പൂർണ്ണമായിട്ട് ത്യാഗാക്കിയങ്ങനത്തെ ജീവനം സമർപ്പിച്ചങ്ങനത്തെ അത്തരത്തിലുള്ള മഹാന്മാരെ ഞങ്ങളുടെ ജീവിതം മനസ്സിലാകുകയും ഞങ്ങളെ സിയാറത്താകുകയുള്ള അങ്ങനത്തെ ഒരു മനസ്സ് അല്ലാഹു നമുക്ക് തന്നതാശുള്ളത്. അല്ലാഹു എത്ര സ്തുതിച്ചാലും നമുക്ക് മയ്യാവില്ല. കാരണം പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ ഒന്ന് ചിന്തിച്ചു നോക്കണോ, ഞങ്ങളെ ഉമ്മമാർ, ഞങ്ങളെ ബാപ്പമാർ എല്ലാവരും ഈ കാലം വരെയുള്ള ഞങ്ങളെ എല്ലാ കുടുംബവും ഞങ്ങളെ ബാപ്പന്മാരും ബോബന്മാരും അങ്ങനെ എല്ലാവരും സിയാറത്താക്കിയ ആൾമാരായിട്ട് അങ്ങനെ എല്ലാവരും ഖബർ സിയാറത്തിന് പോയ ആൾമാരായിട്ട്
ആൾമാരായിട്ടിരിക്കാർ. അങ്ങനെ എല്ലാവരും ഉറൂസ് നടത്തിയ ആൾമാരായിട്ടിരിക്കാർ. ഞങ്ങളെ ഓരോ ആയത്തെ ഉറൂസുടെ പയക്കം നോക്കിയെങ്കിൽ 100ാമത്തെ ഉറൂസു, 200ാമത്തെ ഉറൂസു, 700ാമത്തെ ഉറൂസു, ഓരോ ഉറൂസുടെ പയക്കം നോക്കിയെങ്കിൽ നമുക്ക് അർത്ഥാവുള്ളൂ. ഞങ്ങളെ പൂർവികരായ പൂർവസൂരികളായ ആൾമാരെല്ലാരും ഉറൂസ് കൊണ്ടാടി പോയിന്നാറ്. അങ്ങനെ എല്ലാവരും സിയാറത്താക്കിക്കൊണ്ടിരുന്നാറ്. ചൊല്ലുന്ന ഒരു വിഷയ നമുക്ക് മടവരിക്കാക്കു സാധ്യമാവും. ഇത്തരെല്ലാം തെളിവുക, ഇത്തരെല്ലാം ചന്തായിട്ട് നമുക്ക് അർത്ഥാക്കുക സാഹചര്യം ഇന്നെങ്കിലും ഇന്നത്തെ കാലത്തിൽ ജീവിച്ചുകൊണ്ടുള്ള ചില ആൾമാർ ഇത്തരത്തിലുള്ള സിയാറത്തും ഇത്തരത്തിലുള്ള അഹ്ലു സുന്നത്തി വൽ ജമാഅത്തും നൈജമായ യഥാർത്ഥമായ ആശയത്വവും ആദർശത്വവും ഇല്ലാണ്ടാക്കിയിട്ട് ഇതെല്ലാം ശിർക്കായിട്ട് കാട്ടിക്കൊണ്ടിരിക്കുമ്പോൾ അല്ലാഹു നമുക്ക് ഇത്തരത്തിലുള്ള ഈ ഉറൂസ്, ഇത്തരത്തിലുള്ള ഈ ഒരു മജ്ലിസ് അല്ലാഹു ഞങ്ങളെ എത്തുപാട്ടിയാണ്ട് ചൊല്ലുന്നത്. അല്ലാഹു എത്ര ശ്രദ്ധിച്ചെങ്കിലും മയ്യാവാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാം സ്വീകരിക്കുമാറാവട്ടെ. മഹാന്മാർ ചൊല്ലുന്ന ഒരു ഫലമുണ്ട്. എന്തിനായിട്ടിരിക്കുന്നത്? വകുല്ലു ഖൈരിൻ ഫി ഇത്തിബാഇ മൻ സലഫ് വകുല്ലു ശർറിൻ ഫി ഇബ്തിദാഇ മൻ ഖലഫ്. എല്ലാ ഖൈറും ഉള്ളത് ഞങ്ങളെ പൂർവികരായ ആൾമാർ, ഞങ്ങളെ ബാപ്പന്മാരും ഞങ്ങളെ ബോധന്മാരും ഞങ്ങളെ ബാപ്പന്മാരും അങ്ങനെ എന്തെല്ലാം നമുക്ക് കാട്ടി തന്നതാരാ. അതൊക്കെ ഞങ്ങൾ പ്രത്യേകമായി തെളിവ് കേൾക്കണ ആവശ്യമില്ല. അതിക്ക് എന്തൊരു ആയത്തുണ്ടു, എന്തൊരു ഹദീസുണ്ടു, അതിക്ക് എന്തൊരു ഉദ്ധരണം ഉണ്ടെന്ന് കേൾക്കണ അകത്തിയില്ല. ഞങ്ങളെ പൂർവ്വസൂര്യങ്ങളായ ഞങ്ങളുടെ ആൾമാർ നമുക്ക് എന്തെല്ലാം ഖൈറുകൾ കാട്ടി തന്നാരാ. അതെല്ലാം പിൻപറ്റിയാണ്ട് കണ്ടെങ്കിൽ അതിലായിട്ട് ഖൈറുണ്ട് നമുക്ക് മഹാന്മാർ പരിപാടി തന്നാറുണ്ട്. അതേപോലെ അത്തരത്തിലുള്ള ഇല്ലാത്ത ആശയങ്ങളെല്ലാം പ്രചരിപ്പിക്കുന്നത് അതെല്ലാം ഷർറുടെ അടയാളായിട്ടിട്ടുണ്ട്. മഹാന്മാർ നമുക്ക് പരിപാടി തന്നാറ്. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ ഒന്ന് ആലോചനയാക്കണോ. ഇത്തരത്തിലുള്ള ഈ മഹാന്മാർ അനുസ്മരിക്കല്, ഇത്തരത്തിലുള്ള ഈ മഹാന്മാർ ഉറൂസ് കൊണ്ടാടുന്നത് എല്ലാം ചെറിയ വിഷയങ്ങളല്ല. കാരണം മഹാന്മാർ നമുക്ക് പരിപാടി കണ്ടാർ. ദിക്റുൽ അംബിയാഇ ഇബാദാ വദിക്റുസ് സാലിഹീന കഫാറാ. മഹാന്മാർ നമുക്ക് പരിപാടി കണ്ടാറ്. എന്തായിട്ടിക്കല് അമ്പിയാക്കന്മാർ സ്മരിക്കല്. അമ്പിയാക്കന്മാരായ ആൾമാർ അല്ലാഹുവിന്റെ വിശുദ്ധമാക്കപ്പെട്ട ദീനുൽ ഇസ്ലാമിന്റെ ആശയങ്ങളെയും ആദർശങ്ങളെയും ഈ ലോകത്ത് പ്രചരിപ്പിക്കുകയായിട്ട് ബന്ധങ്ങളുടെ എത്ര അമ്പിയാ മുർസലീങ്ങളുള്ളാർ. അങ്ങനെയെല്ലാം സ്മരിക്കറോ ചൊല്ലത്, അങ്ങനെ എല്ലാവരും അനുസ്മരിക്കറോണ്ട് ചൊല്ലത് അത് വലിയൊരു ഇബാദത്തായിട്ടിക്കല്. എന്തേ കാരണം വിശുദ്ധമാകപ്പെട്ട ഖുർആൻ നിങ്ങൾ തുറന്നു നോക്കുന്നുണ്ടായെങ്കിൽ അതിൽ എത്ര അമ്പിയാക്കന്മാർ സ്മരണങ്ങൾ ഉണ്ട്. നമുക്ക് മാതരി വിശുദ്ധ ഖുർആനായിട്ട് വിശുദ്ധ ഖുർആൻ നിങ്ങൾ ഓപ്പണാക്കി നോക്കുമ്പോൾ നമുക്ക് കാണുക സാധ്യമാവുള്ളൂ. സൂറത്ത് മറിയം, സൂറത്ത് യൂനുസ്, സൂറത്ത് യൂസുഫ്, അതുപോലെ ഓരോ അമ്പിയാക്കന്മാരെ സ്റ്റോറിങ് ചൊല്ലങ്ങനത്തെ ഓരോ സൂറത്തുകൾ ഖുർആനിലുണ്ടോ. അപ്പൊ നമുക്കുള്ള മാതരി, നമുക്കുള്ള മാതൃക വിശുദ്ധ ഖുർആനായിട്ട് ആ അമ്പിയാക്കന്മാരെ സ്മരിക്കുന്നോണ്ട് ചൊല്ലത് അത് ചില്ലറ വിഷയമല്ല. വിശുദ്ധമാകപ്പെട്ട ഖുർആനിലെ ആയത്ത് കാണുക സാധ്യമാവുള്ളൂ. അല്ലാഹുവിന്റെ ഹബീബ് അഷ്റഫുൽ ഖൽഖ് മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അല്ലാഹു പരിപാടി കൊടുക്കുക. എന്തായിട്ടിക്കര് വകുല്ലൻ നഖുസ്സു അലൈക മിൻ അംബാഇർ റുസുലി മാ നുസബ്ബിതു ബിഹി ഫുആദക. അല്ലാഹു വിശുദ്ധമാകപ്പെട്ട ഖുർആനിൽ അവന്റെ ഹബീബ് അഷ്റഫുൽ ഖൽഖ് മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചൊല്ലത്, ഓ നബിയേ, ഈ വിശുദ്ധമാകപ്പെട്ട ഖുർആനിൽ നാണെങ്കിൽ ഒരുപാട് അമ്പിയാക്കന്മാരെ സ്റ്റോറിങ് ചൊല്ലുന്നോണ്ടില്ല. ഒരുപാട് പൂർവ്വസൂര്യങ്ങളായ അമ്പിയാക്കന്മാരെ കഥങ്ങ, ഒരുപാട് അമ്പിയാക്കന്മാരെ വിഷയങ്ങ ഞാൻ നിങ്ങൾക്ക് ചൊല്ലുന്നോണ്ടുള്ള നബിയെ. എന്തേ കാരണ മുസബ്ബിതു ബിഹി ഫുആദക. നിങ്ങളെ ഹൃദയം ഒന്ന് അടക്കാവുവാനായിട്ട്, ഹൃദയം ഒന്ന് ഗട്ടിയാവുകയായിട്ട്, ഹൃദയത്തിലുള്ള അങ്ങനത്തെ ഈമാൻ ഭദ്രമാവുകയായിട്ട് നാണ് മുൻകാലത്ത് കഴിഞ്ഞു പോയ അങ്ങനത്തെ അമ്പിയാക്കന്മാർ സ്റ്റോറിങ് ഞാൻ എനിക്ക് ചെന്തൊന്നുകൊണ്ടില്ലാണ്ട് പരിശുദ്ധമാകപ്പെട്ട ഖുർആനിലെ അല്ലാഹുവിന്റെ ഹബീബ് അഷ്റഫുൽ ഖൽഖ് മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു പടിപാടി കൊടുക്കുറാ. പനങ്ങാർത്താകുണ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇത്തരത്തിലുള്ള അമ്പിയാക്കന്മാരെ സ്മരിക്കൽ കൊണ്ടിട്ടോ, ഇത്തരത്തിലുള്ള ഔലിയാക്കന്മാരെ സ്മരിക്കൽ കൊണ്ടിട്ടോ നിങ്ങളുടെ ഈമാൻ ഭദ്രമാവുള്ള അങ്ങനത്തെ വലിയൊരു കാരണമായിട്ടിക്കരേ. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിലുള്ള ഒരു അമലായി ഇതിനെ സ്വീകരിക്കുമാറാവട്ടെ. പിന്നെയും മഹാന്മാർ നമുക്ക് ചൊന്തണ്ടത് വദികുറു സാലിഹീന കഫാറാ. പൂർവസൂരികളായ മരിച്ചുപോയ അങ്ങനത്തെ വലിയ വലിയ ഔലിയാക്കന്മാർ, സ്വാലിഹീങ്ങളായ ആൾമാർ ഈ ദുനിയാവിൽ ജീവിക്കും മൊത്തവോ ദുനിയാവുടെ ഐശ്വര്യത്തുക, ദുനിയാവുടെ ആഡംബരത്തുക, ദുനിയാവുടെ ഐശ്വര്യത്തും ആഡംബരത്തും ബലിയാവാണ്ട അല്ലാഹുവിന് പേരായിട്ട് ജീവിതം ഫുള്ളായിട്ട്, ജീവിതം മുഴുവനായിട്ട് ചെലവഴിച്ചങ്ങനത്തെ നല്ല സ്വാലിഹീങ്ങളായ നല്ല വ്യക്തികൾ, നല്ല ഔലിയാക്കന്മാർ അങ്ങനെ സ്മരിക്കുകയും ചൊല്ലത് അത് കഫാറത്തുൽ. ഞങ്ങളെ ജീവനത്തിൽ വന്നുപോയി അങ്ങനത്തെ എല്ലാ തത്വവും പൊറുക്കപ്പെടുകൊള്ള അങ്ങനത്തെ വലിയൊരു കാരണമായിട്ട് മഹാന്മാർ നമുക്ക് പരിപാടി തണ്ടാറ്. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഈ മഹാന്മാർ ജീവിച്ചത് ഈ മഹാനോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മഹാൻക്ക് അനുസ്മരിക്കുക ആൾമാറുള്ള, ആ മഹാന്റെ സിയാറത്താകുക ആൾമാറുള്ള, ആ മഹാന്റെ ഖബറിൽ മുട്ട പോകുക ആൾമാറുള്ള എന്നെങ്കാ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ ഒന്ന് ചിന്തിക്കണോ. മറിച്ചിട്ട് ഇത്രയും വർഷമായിട്ടും ഇപ്പോഴും ആൾമാർ സ്മരിച്ചുകൊണ്ടുള്ളവരുണ്ടെങ്കിൽ എന്തേ കാരണം? അതുക്കുള്ള കാരണം എന്തേ? അതുക്കുള്ള കാരണം എന്തുകൊണ്ടാ? അങ്ങ് ജീവിക്കുമ്പോഴത്തേക്ക് അല്ലാഹുവിനായിട്ട് ജീവിച്ച ആൾമാരായിരിക്കാറ്. ദുനിയാവുറം ഓടുകി, ദുനിയാവുടെ യാതൊരുവിധ ഐശ്വര്യത്തുക, ദുനിയാവുടെ യാതൊരുവിധ സമ്പത്തും അഹങ്കാരത്തും ഒന്നും ബലിയാവാണ്ട് അല്ലാഹു കൊടുത്തങ്ങനത്തെ ജീവന, അല്ലാഹു കൊടുത്തങ്ങനത്തെ യൗവന, അല്ലാഹു കൊടുത്തങ്ങനത്തെ ശൈശവ എല്ലാം അല്ലാഹുവിനായിട്ട് ചെലവാക്കിയപ്പ അല്ലാഹു അക്ക് വലിയ സ്ഥാനമാനം കൊടുത്ത. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമുക്ക് ഇതിൽ വലിയൊരു പാഠമുണ്ട്. ഈ മഹാന്മാർ അനുസ്മരിച്ചുകൊണ്ടുള്ള അങ്ങനത്തെ, ഈ മഹാന്മാരുടെ ഉറൂസ് നടത്തിയോണ്ടുള്ള അങ്ങനത്തെ ഫസ്റ്റായിട്ട് ഉൾക്കൊള്ളണായത് അങ്ങനെ ജീവനത്തെ ക്രമമായിട്ട് അങ്ങയുണ്ടും അനുസ്മരിക്കപ്പെടുകൊള്ളതിന്റെ കാരണ അല്ലാഹുവിനായിട്ട് സമ്പൂർണമായിട്ടും ജീവനത്തെ ത്യാഗാക്കിയ കാരണം കൊണ്ടായിട്ട് ആ പോയിന്റായിട്ട് ഞങ്ങൾ പഠിക്കണായത് നമ്മുടെ ഹബീബ് അഷ്റഫുൽ ഖൽഖ് മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിപാടിയിലെ രണ്ട് ഉമ്മത്തുടെ ആയുസ് 60-70 ഉൾഗായിട്ട് കൂടിപ്പോയെങ്കിൽ 100 അതിനാണ്ട് അപ്പുറം ജീവിക്കുക ചാൻസ് ഇല്ല. അതിനാണ്ടപ്പുറം ജീവിക്കൽ അപ്പുറപ്പായിട്ട് എന്നെങ്കാ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അല്ലാഹു തന്നങ്ങനത്തെ ഈ ഒരു ജീവന എത്രമാത്രം അല്ലാഹുടെ തിരുളായിട്ട് ജീവിച്ചറാ, എത്രമാത്രം അല്ലാഹുവിനായിട്ട് സമർപ്പിച്ചറാ, എത്രമാത്രം അല്ലാഹുടെ ഓർത്തുകൊണ്ടുള്ള, എത്രമാത്രം അല്ലാഹുവിനായിട്ട് നിസ്കരിച്ചുകൊണ്ടുള്ള ചൊല്ലങ്ങനത്തെ ഒരു ചിന്തന ഞങ്ങളെ കൂട്ടത്തിലുള്ള ഓരോ മനുഷ്യന്മാർക്കും വരണോ. അങ്ങനെ ചിന്തന വന്നെങ്കിൽ മാത്രമായിട്ട് ഞങ്ങളെ ജീവനെ ശരിപ്പെടുത്തുക സാധ്യമാവുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മനുഷ്യന്മാർക്ക് എന്ത് ദിക്ർ ചൊല്ലുക ടൈമില്ല, നിസ്കരിക്കുക ടൈമില്ല, അല്ലാഹുടെ ഓർക്കുക ടൈമില്ല. എന്തേ കാരണം? ദുനിയവിയായ ഐശ്വര്യത്തിൽ മുഴുകി പോകുമ്പോഴുള്ള മനുഷ്യ അവർക്ക് ദുനിയാവ് പുറത്തു വരവ് ആയോണ്ടില്ല. അതുകായിട്ട് പൂർവ്വസൂര്യങ്ങളായ പണ്ഡിതന്മാർ പാടി വെച്ചത് അലാ ഇന്ന മദ്ദുനിയാ കദിലിൻ സഹാബാ അദല്ലതുക യൗമൻ സുമ്മ അൻകൽ മഹല്ലതി ഫലാ തകു ഫർഹാനൻ ബിഹാ ഹിന അഖ്ബലാത് വലാ തകു ജസാനൻ ബിഹാ ഹിന വല്ലതി. മഹാന്മാർ നമുക്ക് ചൊന്തണ്ടാറ് ഈ ദുനിയാവ് കൊണ്ട് ചൊല്ലത് അത് ഖദീലിൻ സഹാബ
ഒരു മേഘത്തുകൊള്ളകത്തെ നിഴല് പോലെയായിരിക്കരു. ആ മേഘം നീങ്ങിപ്പോയെങ്കിൽ പിന്നെ നിഴലിക്കില്ല. അതുപോലെ ആയിട്ടിക്കറി ഈ ദുനിയാവുണ്ട് ചൊല്ലത്. ഒരു മേഘത്തെ നിഴല് പോലെ ആയിട്ടിക്കറി ഈ ദുനിയാവ് എപ്പ അത് മാഞ്ഞു പോന്നുകൊണ്ട് ചൊല്ലുക സാധ്യാവില്ല. അതുകൊണ്ട് ഈ ദുനിയാവിൽ ജീവിക്കും മുത്തുക മനുഷ്യ, ആ ദുനിയാവുടെ ബാക്കിൽ യാറായിട്ട് കൂടാണ്ട് നാളെ ഈ ദുനിയാവിൽ പിന്നെ ഈ ഒരു ജീവനത്തിൽ പിന്നെ നിക്ക് വരവുള്ള ശാശ്വതമായ ജീവനത്തിൽ എന്തെങ്കിലും വന്ന് ആക്കി വയ്ക്കണോ. ായിട്ടിക്കുന്ന മഹാന്മാർ നമുക്ക് പരിപാടി കണ്ടത്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ബഹുമാനപ്പെട്ട ഹാത്തമുൽ അസമ്മുതങ്ങൾ നമുക്ക് പരിപാടി കണ്ട്. ഹാത്തമുൽ അസമ്മുതങ്ങൾ ചൊല്ലു എന്തിരേ, ഇന്നി റഅയ്തുൽ ഖൽഖ യഖ്തദൂന അഹ്വാഹും. ബഹുമാനപ്പെട്ട ഹാത്തമുൽ അസമ്മുതങ്ങൾ ചൊല്ലു, നാണ് മനുഷ്യന്മാരെ നോക്കുമ്പോഴത്തേക്കോ അങ്ങ എല്ലാവരും അതാ ദുനിയാവുടെ ബാക്കിൽ പോയോണ്ടുള്ളാറ്. അങ്ങ എല്ലാവരും അങ്ങളെ ദേഹേച്ഛയുടെ ബാക്കിൽ പോയോണ്ടുള്ളാറ്. അങ്ങളെ ശരീരം യന്ത്രമാണോ കൽപ്പിക്കണത്, ആ കൽപ്പന ഇട്ടുകോ ആ കൽപ്പനയുടെ ബാക്കിൽ പോയോണ്ടുള്ളാറ്. അള്ളാഹുടെ കൽപ്പനയുടെ നിനപ്പില്ല, അള്ളാഹുടെ നിർദ്ദേശക നിനപ്പില്ല. അങ്ങ എല്ലാവരും അങ്ങളെ ശരീരം കൽപ്പിക്കണ യന്ത്രിക്ക അതിന്റെ ബാക്കിൽ പോയോണ്ടുള്ളാറ്. യന്ത്രമുള്ള ആശ ഉണ്ടാ അതെല്ലാം നേടുക അങ്ങ് ദുനിയാവരെ ബാക്കിൽ പോയോണ്ടുള്ളാറ്. ബഹുമാനപ്പെട്ട ഹാത്തമുൽ അസമ്മുതങ്ങൾ ചൊല്ലു, ഫതഅമ്മൽതു ഖൗലഹു തആല. ആ ടൈമിലോ ഞാൻ അല്ലാഹുടെ ഒരു ഖൗലുടെ ഞാൻ ആലോചനയാക്കിയ, അല്ലാഹു ചെന്നങ്ങനത്തെ ഒരു പലക്കത്ത് ഞാൻ ആലോചനയാക്കിയ. ഇതിനായിട്ട് ഹാത്തമുൽ അസമ്മുതങ്ങൾ ചൊല്ലു അല്ലാഹുടെ ഖൗല്, വഅമ്മാ മൻ ഖാഫ മഖാമ റബ്ബിഹി വനഹൻ നഫ്സ അനിൽ ഹവാ. പരിശുദ്ധമാകപ്പെട്ട ഖുർആനിൽ അല്ലാഹു ചൊല്ലില്ലേ, ഈ ദുനിയാവിൽ ജീവിക്കുമ്പോൾ ആരെങ്കിലും ഒരു മനുഷ്യ അവന്റെ ദേഹേച്ഛ പൂർണ്ണമായിട്ടും ഒഴിവാക്കിയിട്ട് അവന്റെ നഫ്സുകൊള്ളങ്ങനത്തെ അവന്റെ ശരീരത്തുകൊള്ളങ്ങനത്തെ എല്ലാ ആസകവും ബദികി വെച്ചിട്ട് സൈഡികി വെച്ചിട്ട് റബ്ബുടെ ആരെങ്കിലും പേടിച്ചാറാ, അങ്ങനെ പേടിച്ചു ജീവിച്ചാറുണ്ട് കണ്ടെങ്കിൽ ഫൈനൽ ജന്നത ഹിയൽ മഅ്വാ. അവന് മറിച്ചയിൽ പിന്നെ എത്തിപ്പെട്ടത് സ്വർഗത്തുകായിട്ടിക്കരു, ജന്നത്തായിട്ടിക്കരു, സ്വർഗമായിട്ടിക്കരു അവന്റെ അഭയ കേന്ദ്രാണ്ട്. അല്ലാഹു പരിശുദ്ധമാകപ്പെട്ട ഖുർആനിൽ ചൊന്ന ഖൗലിലെ ഞാൻ ചിന്തിച്ച ആ പലക്കം ഞാൻ ചിന്തിച്ചാണ്ട് ആര് ചൊല്ലു, ബഹുമാനപ്പെട്ട ഹാത്തമുൽ അസമ്മുതങ്ങൾ ചൊല്ലു. അതുകൊണ്ട് ഞാൻ എന്താക്കിയ, ഞാൻ ഈ ലോകത്തിൽ ജീവിക്കുമ്പോഴത്തേക്കോ നന്റെ എല്ലാ ആഗ്രഹവും ഞാൻ വിട്ടുവിട്ട്, നന്റെ എല്ലാ വികാരവും ഞാൻ വിട്ടുവിട്ട്, നന്റെ എല്ലാ ആസനവും ഞാൻ ഇല്ലാണ്ടാക്കിയ. അള്ളാഹു കൽപ്പിച്ച കൽപ്പന യന്ത്രമുണ്ടാ, അള്ളാഹു നിർദ്ദേശിച്ച നിർദ്ദേശ യന്ത്രമുണ്ടാ, അതിന്റെ ബാക്കിൽ ഞാൻ പോയ. ബഹുമാനപ്പെട്ട ഹാത്തമുൽ അസമ്മുതങ്ങൾ ചൊല്ലുന്ന വലകായിട്ടിക്കരെ പിന്നെയും ചൊല്ലത്. ബഹുമാനപ്പെട്ട ഹാത്തമുൽ അസമ്മുതങ്ങൾ പിന്നെയും ചൊല്ലു, ഇന്നി റഅയ്തു കുല്ല വാഹിദിൻ മിനന്നാസ്. നാണ് എല്ലാ ആൾമാരും നോക്കൂടെ, നാണ് എല്ലാ ആൾമാരും നോക്കിയോണ്ടുള്ള ആ നോക്കരങ്ങന്ത ടൈമിലു ആ എല്ലാ ആൾമാരും യസ്ആ ഫീ ജംഇ ഹുതാബി ദുനിയാ. ആ ആൾമാരെല്ലാം പ്രവർത്തിച്ചുകൊണ്ടുള്ളത്, ആ ആൾമാരെല്ലാം അധ്വാനിച്ചുകൊണ്ടുള്ളത് അത് ഫീ ജംഇ ഹുതാബി ദുനിയാ, ദുനിയാവുടെ എന്തെങ്കിലും ലാഭം കിട്ടാൻ, ദുനിയവിയായ ജീവനത്തിൽ എന്തെങ്കിലും ലാഭം കിട്ടാണ്ടായിട്ട് എല്ലാ ആൾമാരും ചിന്തിച്ചുകൊണ്ടുള്ളത്. അപ്പനാണ് ചിന്തിച്ച ഫതഅമ്മൽതു ഖൗലഹു തആല, അല്ലാഹു ചൊന്നങ്ങനത്തെ ഒരു ഖൗലിനെ ഞാൻ ആലോചനയാക്കിയ. ഇതിനായിട്ട് അല്ലാഹു ചൊന്നത്, മാ ഇൻദകും യൻഫദു വമാ ഇൻദല്ലാഹി അല്ലാഹു പരിശുദ്ധമാകപ്പെട്ട ഖുർആനിൽ ചൊല്ലങ്ങനത്തെ ബലകായിട്ടിക്കരെ, ഓ മനുഷ്യന്മാരെ, മാ ഇൻദകും യൻഫദു, നിങ്ങളെ മുട്ട എത്ര പൈസ ഇന്നെങ്കും, നിങ്ങളെ മുട്ട എത്ര സ്വത്ത് ഇന്നെങ്കും, നിങ്ങളെ മുട്ട എത്ര ഐശ്വര്യം ഇന്നെങ്കും എല്ലാം തീർത്തു പോണ്ടു, അതൊന്നും ശാശ്വതമല്ല. അതേ ടൈമിലു വമാ ഇൻദല്ലാഹി
അല്ലാഹുവിന്റെ മുട്ട ഉള്ളത് അല്ലാഹുവിന്റെ മുട്ട കായെടുത്ത് വെച്ചങ്ങനത്തെ ആ സ്വത്തുങ്ങ അത് എപ്പോഴും ബാക്കിയാവുന്നതായിരിക്കരുത്. അതുകൊണ്ട് നാം ചിന്തിച്ച ബഹുമാനപ്പെട്ട ഹാത്തമുള്ള സംബന്ധങ്ങൾ ചൊല്ലൂ. അതുകൊണ്ട് ഫബദൽതു മഖ്സൂലി മിനദ് ദുനിയാ നാണ് ദുനിയാവിൽ കരസ്ഥമാക്കി അങ്ങനത്തെ എല്ലാ സ്വത്തുങ്ങളും എല്ലാ സമ്പത്തുകളും എല്ലാ ഐശ്വര്യങ്ങളും നാണ് എല്ലാം അല്ലാഹുവിന്റെ വജ്ഹുവിന് വേണ്ടിയിട്ട് അല്ലാഹുവിന് വേണ്ടിയിട്ട് നാണ് ചെലവാക്കിയ ബഹുമാനപ്പെട്ട ഹാത്തമുള്ള സംബന്ധങ്ങൾ ചൊല്ലുന്ന ബലകായിരിക്കരുത്. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഈ ദുനിയാവിൽ ജീവിക്കുമ്പോൾ നിങ്ങളെ നഫ്സുങ്ങ തടിങ്ങ നിങ്ങളൊട്ട് ഓരോ കാര്യങ്ങളും ചൊല്ലൂ. നിങ്ങൾ ഈ ദേഹിച്ചാണ് ചൊല്ലത്, നിങ്ങൾ ഈ നഫ്സുള്ളങ്ങനത്തെ ഇഷ്ടാണ് ചൊല്ലത്, നിങ്ങൾ ഓരോ തപ്പുങ്ങാക്കും പ്രേരിപ്പിച്ചോണ്ടിക്കൂ. അത് കണങ്ങ ഒരിക്കലും ബലിയാവുക തീരാതായിട്ട് ബഹുമാനപ്പെട്ട ഇമാം ബൂസൂരി റഹിമഹുല്ലാഹ് അവിടുത്തെ ബുർദായിൽ പാടിയത് വഖാലിഫിൻ നഫ്സ വശൈതാന വസിഹിമാ വഇൻഹുമാ ബഹവാക മുസഹഫത്തഹിമി. നിങ്ങളുടെ നഫ്സിനെ കൽപ്പിക്കുമ്പോഴത്തൂ എന്തെങ്കിലും ഒരു ബാനാത്തനം കൽപ്പിക്കുമ്പോഴത്തൂ അതൊക്കെ നിങ്ങൾ ബലിയാവുക തീരാണ്ട് ബഹുമാനപ്പെട്ട ഇമാം ബൂസൂരി റഹിമഹുല്ലാഹ് ഇവിടുത്തെ ബുർദായിൽ നമുക്ക് പരിപാടികളുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഈ ദുനിയാവിൽ ജീവിക്കുമ്പോഴത്തൂ ആഖിറം ചിന്തിച്ച് ജീവിക്കണോ. അതായിട്ട് അല്ലാഹുവിന്റെ ഹബീബ് അഷ്റഫുൽ ഖൽഖ് മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിപാടികൾ അൽ കയ്യിസു മൻ ദാന നഫ്സഹു വഅമില ലിമാ ബഅദൽ മൗത്ത്. അല്ലാഹുവിന്റെ ഹബീബ് നമുക്ക് പരിപാടികളുണ്ട്. അൽ കയ്യിസു ശക്തി ഒന്നാണ്ട് ചെന്നെങ്കിൽ നല്ലൊരു ബുദ്ധിയുള്ള വ്യക്തിയുണ്ട് ചെന്നെങ്കിൽ മൻ ദാന നഫ്സഹു അവനെന്താക്കി അവിടെ നഫ്സ് അവനെ കീഴ്പ്പെടുത്തിയതാ, നഫ്സ് അവനെ അടക്കി വെച്ചിരാ. മാത്രമല്ല വഅമില ലിമാ ബഅദൽ മൗത്ത് മർച്ചയിൽ പിന്നെ എന്തിനു വേണ അതിക്ക് വേണായിട്ട് നിരന്തരമായിട്ടും പ്രവർത്തിച്ചുകൊണ്ടുള്ള അങ്ങനത്തെ വ്യക്തി അവനായിട്ട് ഇങ്ങനെ പവർഫുൾ ആയ അങ്ങനത്തെ വ്യക്തി മൗത്തുൽ പിന്നെ നമുക്ക് എന്തിനു വേണ മൗത്തുൽ പിന്നെ ഖബറിൽ കിടക്കുമ്പോഴത്തോ മഹ്ശറാകു പോകുമ്പോഴത്തോ നിങ്ങളെ മുട്ട എന്തെല്ലാം ഐറ്റമുകൾ വേണ എന്തെല്ലാം നല്ല കാര്യങ്ങൾ വേണ അതെല്ലാം പടയുകയായിട്ട് അതെല്ലാം സ്വീകരിക്കുകയായിട്ട് ഈ ജീവനത്തെ ചെലവാക്കണങ്ങത്തെ ഈ ജീവനത്തെ കൺട്രോൾ ആക്കണങ്ങത്തെ ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അവനായിട്ട് ബുദ്ധിവന്താണ്ട് അല്ലാഹുവിന്റെ ഹബീബ് അഷ്റഫുൽ ഖൽഖ് മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പരിപാടി നല്ലേ മഹാന്മാർ പാടി വെച്ചത് ഇന്നലില്ലാഹി ഇബാദം ഫുതനാ തല്ലഖു ദുനിയാ വഖാഫുൽ ഫിതനാ. അല്ലാഹു കുറെ അടിമകൾ ഉള്ളാറ്, അല്ലാഹു ഒരുപാട് അടിമകൾ ഉള്ളാറ്. ഇന്നലില്ലാഹി ഇബാദൻ ഫുതനാ നല്ല ബുദ്ധിമതിയായ ബുദ്ധിയുള്ള അടിമകൾ അല്ലാഹു ഉള്ളാറ്. അങ്ങ് എന്തിനാക്കിടാറ് തല്ലഖു ദുനിയാ ദുനിയാവുകയെ തുലാക്ക് ചെന്നറാറ്. അല്ലാഹുവിനായിട്ട് അല്ലാഹുവിന്റെ പ്രീതി കരസ്ഥമാക്കുകയായിട്ട് അല്ലാഹുവിന്റെ മുട്ട സ്ഥാനമാനം കിട്ടുകയായിട്ട് ദുനിയാവുകയെ തുലാക്ക് ചെന്നറാറ്. വഖാഫുൽ ഫിതനാ ഈ ദുനിയാവിലുള്ള അങ്ങനത്തെ ഫിത്നയുടെ ഭയന്നിട്ട് ഈ ദുനിയാവിലുള്ള അങ്ങനത്തെ അനാചാരത്തെ ഭയന്നിട്ട് അങ്ങാതാ ദുനിയാവുകയെ തുലാക്ക് ചെന്നറാറ്. അങ്ങനെയുള്ള ഒരുപാട് അടിമകൾ അല്ലാഹു ഉള്ളാറുണ്ട്. മഹാന്മാർ നമുക്ക് പരിപാടി തണ്ടാറ്. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ ചൊന്നുകൊണ്ട് വന്നത് ഈ ജീവനം വളരെ ഹ്രസ്വമായിട്ടിക്കരു വളരെ ഷോർട്ടായിട്ടിക്കരു ഈ ഒരു ഹ്രസ്വമായ ജീവനം കൊണ്ടിട്ടു നിങ്ങൾ മർച്ചയിൽ പിന്നത്തെ ആ ഒരു വിശാലമായ ജീവന ആ ഒരു ശാശ്വതമായ ജീവന ആ ജീവനത്തിൽ എന്തെങ്കിലും ആക്കി ബേക്കുകൊള്ള ചെറുങ്ങ നിങ്ങൾ കണ്ടിട്ടില്ലാണ്ട് കണ്ടെങ്കിൽ നാളെ മരിക്കുന്ന ടൈമിൽ നിങ്ങൾ എല്ലാവരും ബേജാറിലായി പോവാ.
അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ആ ഒരു മരിക്കണമെങ്കിൽ ആ ഒരു ടൈമിലോ നമുക്ക് സന്തോഷപ്പെടണമെങ്കിൽ, നമുക്ക് ಖುಷಿ വേണമെങ്കിൽ, നമുക്ക് ആഹ്ലാദം വേണമെങ്കിൽ, നമുക്ക് റാഹത്ത് വേണമെങ്കിൽ, ഈ ഒരു ഷോർട്ട് ആയിട്ടുള്ള ഈ ഒരു വളരെ ചുരുക്കമായിട്ടുള്ള ഈ ഒരു ജീവന ഇത് പൂർണ്ണമായിട്ടും അല്ലാഹുവിന് സമർപ്പിക്കണോ. നല്ല ബഹുമാനപ്പെട്ട ഇമാം സർനൂജി റഹിമഹുല്ലാഹ് അവിടുന്ന് പാടി വെച്ചത് ഹിയ ദുനിയാ അഖല്ലു മിനൽ ഖലീൽ വആശിഖുഹാ അദല്ലു മിനൽ ദലീൽ. ബഹുമാനപ്പെട്ട ഇമാം സർനൂജി റഹിമഹുല്ലാഹ് അവിടുന്ന് പാടിയിരിക്കുന്നത് ഹിയ ദുനിയാ അഖല്ലു മിനൽ ഖലീൽ. ഈ ദുനിയാവ് കൊണ്ട് ചൊല്ലത് അത് ചുമ്മാ ഷോർട്ട് ആയിട്ടിക്കര്, ചുമ്മാ തെല്ലായിട്ടിക്കര്. വാശിക്കുഹാ ആ ചൊമ്മത്തില്ലായങ്ങനത്തെ ചൊമ്മ ഷോട്ടായങ്ങനത്തെ ആ ദുനിയാവുടെ പുരുഷൻ വെക്കണങ്ങനത്തെ ആൾമാർ, ആ ദുനിയാവുടെ ആഗ്രഹിക്കണങ്ങനത്തെ ആൾമാർ, ആ ദുനിയാവുടെ പൊരുൾ പോണങ്ങനത്തെ ആൾമാർ, ആ ദുനിയാവുടെ അധികാരത്തിൽ മോഹിക്കണങ്ങനത്തെ ആൾമാർ, ആ ദുനിയാവുടെ അധികാരം വെച്ചിട്ട് അല്ലാഹുവെ ധിക്കാരമായിട്ട് നടക്കണങ്ങനത്തെ ആൾമാർ അദല്ലു മിനസ്സലീൽ. അത് വലിയ പൊട്ടന്മാരായിട്ടിക്കറാറ്, വലിയ മണ്ടന്മാരായിട്ടിക്കറാറ്. ചെറിയതായ അങ്ങനത്തെ ഈ ഒരു ദുനിയാവുടെ ആശിച്ചിട്ട് ബറകുള്ളങ്ങനത്തെ ശാശ്വതമായ അങ്ങനത്തെ ആഖിറത്തെ കളയിടങ്ങനത്തെ ആഖിറത്തെ ബുഡ്രങ്ങനത്തെ ആൾമാർ അങ്ങ് വലിയ പൊട്ടന്മാരായിട്ടിക്കറാറ്. ബഹുമാനപ്പെട്ട ഇമാം സർനൂജി റഹിമഹുല്ലാഹ് അവിടുന്ന് നമുക്ക് പരിപാടി തണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഈ ദുനിയാവിൽ ജീവിക്കുമ്പോൾ നല്ല രൂപത്തിൽ ചിന്തിക്കണോ, നല്ല ചിന്തിച്ചു ജീവിക്കണോ. എന്തിനേക്കായിട്ട് അല്ലാഹു നിങ്ങളവിടെ കടത്തിനാ അങ്ങനെ എന്തൊരാക്കിയോണ്ടുള്ള അല്ലാഹു എന്തൊരാക്കൂ ചൊന്നുറ, എന്തൊരാക്കണ്ടാണ്ട് ചൊന്നുറ. അല്ലാഹു എന്തെല്ലാം ആക്കണ്ടാണ്ട് ചൊന്നുറാണ്, അതിനങ്ങ് എത്ര ആക്കിയോണ്ടുള്ള അല്ലാഹു എന്തെല്ലാം ആക്കു ചൊന്നുറാണ്, അതിനങ്ങ് എത്ര വിട്ടുകൊണ്ടുള്ള ചൊല്ലങ്ങനത്തെ ഒരു ചിന്തന, അങ്ങനെയുള്ള ഒരു ചിന്ത നിങ്ങളെ മനസ്സിൽ വന്നിട്ടില്ലാണ്ട് കണ്ടെങ്കിൽ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മരിക്കുന്ന ടൈമിൽ നിങ്ങൾ എല്ലാവരും ബേജാറിലായി പോവാ. അല്ലാഹു കാത്തു സലാമത്താക്കുമാറാവട്ടെ. അല്ലാഹുവിന്റെ ഹബീബ് അഷ്റഫുൽ ഖൽഖ് മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ പരിപാടിക്കുന്ന ഒരു ഹദീസ് നമുക്ക് കാണുക സാധ്യമാവുന്നത് ഇദാ മാതൽ ഇൻസാൻ, ഒരു മനുഷ്യ മരിച്ചാണ്ട് കണ്ടെങ്കിൽ, ഒരു മനുഷ്യരുടെ ജീവനം അവസാനിച്ചിട്ടുണ്ട് കണ്ടെങ്കിൽ ഇൻഖതാ അമലുഹു, അവന്റെ എല്ലാ അമലങ്ങളും മുറിഞ്ഞു പോണ്ടു, സ്റ്റോപ്പായി പോണ്ടു. മരിക്കൊന്തോളം നിസ്കരിക്കുകൊണ്ട് പിന്നെ നിസ്കരിക്കുകയില്ല, മരിക്കൊന്തോളം നോമ്പ് നോക്കുകൊണ്ട് പിന്നെ നോമ്പ് നോക്കുകയില്ല, മരിക്കൊന്തോളം ഓരോ അമലങ്ങൾ ആക്കുള്ള അവകാശമുണ്ട്. ആ മരണത്തോടുകൂടെ എല്ലാ അമലവും സ്റ്റോപ്പായി പോണ്ടു. പിന്നെ നിസ്കരിക്കുക ആശ എന്നിട്ട് കാര്യമില്ല, സാഹചര്യമില്ല. പിന്നെ നല്ല കാര്യങ്ങൾ എന്താക്കുക മനസ്സിനും പിന്നീട് ചാൻസ് ഇല്ല. മരിക്കലോടുകൂടി ഒരു മനുഷ്യരെ എല്ലാ അമലങ്ങളും മുറിഞ്ഞു പോണ്ടു. എന്നാൽ അല്ലാഹുവിന്റെ ഹബീബ് അഷ്റഫുൽ ഖൽഖ് മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങനങ്കു ചൊല്ലത് ഇല്ലാ മിൻ സലാസ്, മൂന്ന് കാര്യങ്ങൾ മാത്രമായിട്ട് പിന്നെ അവനക്ക് ബാക്കിയാവുന്നത്. മറിച്ചയിൽ പിന്നെ അവന്റെ ഖബറ് എത്തിയിട്ട് ആഖിറത്ത് എത്തിയിട്ട് ആ ബർസഖിയും ഉഖ്റവിയുമായ ജീവനത്തില് അവനക്ക് ഉപകാരപ്പെട്ട കേവലം മൂന്ന് കാര്യങ്ങൾ മാത്രമായിട്ട്, മൂന്ന് കാര്യമല്ലാത്ത ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും അവൻ സ്റ്റോപ്പായി പോന്നു, മുറിഞ്ഞു പോന്നുണ്ട്. ഷഫീഉനാ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിപാടി തണ്ട്. ഇതിനായിട്ട് മൂന്ന് കാര്യത്തിൽപ്പെട്ട ഒന്നാമത്തെ കാര്യ ഇല്ലാ മിൻ സദഖത്തിൻ ജാരിയ,
അവന് കൊടുത്തങ്ങനത്തെ ജാരിയായ സദഖ നല്ല മനസ്സോടുകൂടെ അല്ലാഹുവിന്റെ വജ്ഹുവും കരുതിയിട്ട് ആറുമാറും കാണുകല്ല, ആരും കേൾക്കുകല്ല, നോക്കുകല്ല, അല്ലാഹുവിന്റെ തൃപ്തി കരസ്ഥമാക്കുകയായിട്ട് അവന് കൊടുത്തങ്ങനത്തെ സദഖ ആ സദഖത്തെ കൂലി അവന് മർച്ചയിൽ പിന്നെയും അവന്റെ ഖബറിൽ കിട്ടിയോണ്ടിക്കറ്. പ്രായത്തില് പള്ളിയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വിഷയങ്ങൾ പറമ്പത്തുകോ, ദീനുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വിഷയങ്ങൾ പറമ്പത്തുകോ, പള്ളിയുടെ കമ്മിറ്റി ആൾമാർ എന്തെങ്കിലും കളക്ഷൻ കേൾക്കുമ്പോഴത്തകോ, അത്തരത്തിലുള്ള നല്ല കാര്യത്തിന് കൊടുത്തങ്ങനത്തെ ഒരു പൈസങ്ങ ഓരോ പൈസങ്ങ അതൊന്നും ഒരിക്കലും വെറുതെകാവില്ല. അവന്റെ ആഖിറത്തുക്കും അത് എപ്പോഴും ഉപകാരപ്പെട്ടങ്ങനത്തെ ഒരു അമലായിട്ട് കയറിയിട്ട് ഷഫീഉനാ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പരിപാടിയുണ്ട്. അതായിട്ട് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യമായിട്ട് അല്ലാഹുവിന്റെ ഹബീബ് അഷ്റഫുൽ ഖൽഖ് മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പരിപാടിയത് ഇൽമിനി യുൻതഫഉ ബിഹി, അവർക്ക് ഉപകാരപ്പെട്ടങ്ങനത്തെ ഇൽമു. ഒന്നാമത്തെ കാര്യമാണ് ചെന്നത് സദഖത്തുൻ ജാരിയ, ജാരിയായ സദഖായിട്ട് കയറി ഞങ്ങൾ കൊടുക്കരങ്ങനത്തെ ദീനിക്ക് വേനായിട്ട് അല്ലെങ്കിൽ മുസ്ലിമീങ്ങൾക്ക് വേനായിട്ട് കൊടുക്കരങ്ങനത്തെ ഓരോ പൈസങ്ങ അതെല്ലാം അല്ലാഹുവിന്റെ മുട്ട എപ്പോഴും മുറിയാത്തങ്ങനത്തെ ഒരു കാര്യമായിട്ട് കയറി. അതല്ലേ ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ സ്റ്റോറി നമുക്ക് കൊണ്ടുണ്ടല്ലേ. ഇതിനായിട്ട് കയറി അല്ലാഹുവിന്റെ ഹബീബ് അഷ്റഫുൽ ഖൽഖ് മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബത്തും മക്ക വിട്ടുപോണാറ്. മക്ക ചൊല്ലങ്ങനത്തെ രായത്തെ വിട്ടുപോണായ അവസ്ഥ വന്ന് അങ്ങനെ എല്ലാവരും മദീനത്തേക്ക് പോണാറ്. മദീനത്തേക്ക് പോയാൽ പിന്നെ അവിടെ കുടിക്കുള്ളങ്ങൻ തന്നിയില്ല, തന്നിര വ്യവസ്ഥയില്ല, കുടിക്കുള്ള തന്നിര വ്യവസ്ഥയില്ല. ആ ടൈമുള്ളൂ തന്നി വേണുണ്ട് കണ്ടെങ്കിൽ ഒരു യഹൂദി കൂറിക്കണയിക്കല് ആ യഹൂദിക്ക് പൈസവും കൊടുത്ത് തന്നിയെടുക്കണോ. മുസ്ലിമീങ്ങൾ ഭയങ്കര ബുദ്ധിമുട്ടാവിടൂ, കഷ്ടാവിടൂ. തന്നി എടുക്കണമെങ്കിൽ തന്നി കൊടുക്കണമെങ്കിൽ പൈസ കൊടുത്തിട്ടാവണോ. ആ ഒരു ടൈമിലു അല്ലാഹുവിന്റെ ഹബീബ് അഷ്റഫുൽ ഖൽഖ് മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊല്ലു, ഈ മുസ്ലിമീങ്ങളുടെ കൂട്ടത്തില് സ്വഹാബത്തിന്റെ കൂട്ടത്തില് ആരെങ്കിലും പൈസ ഉള്ള ആരെങ്കിലും സമ്പന്നരായ ആൾമാർ ആരെങ്കിലും ആ കിണത്തെ പൈസ കൊടുത്തിട്ട് എടുത്താറിട്ട് കണ്ടെങ്കിൽ അങ്കു സ്വർഗത്തിൽ പ്രതിഫലം ഉണ്ടോ. അല്ലാഹുവിന്റെ ഹബീബ് അഷ്റഫുൽ ഖൽഖ് മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വാഗ്ദാനാക്കറ്. ആ റോമ ചൊല്ലങ്ങനത്തെ ബിഗ്റു റോമ ആ കിണത്തെ ആരെങ്കിലും പൈസ കൊടുത്ത് എടുത്താറുണ്ട് കണ്ടെങ്കിൽ അങ്കു സ്വർഗത്തിൽ വലിയ പ്രതിഫലം ഉണ്ടോ. അല്ലാഹുവിന്റെ ഹബീബ് അഷ്റഫുൽ ഖൽഖ് മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓഫറാക്കറ്. ആ ഓഫറാക്കിയപ്പ ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ആ പൈസ കൊടുത്തിട്ടു ആ കിണത്തെ എടുക്കര്, സ്വന്തം പൈസ കൊടുത്തിട്ടു ആ കിണത്തെ എടുക്കര്. എന്തിനായിട്ട് നാണ് മർച്ചയിൽ പിന്നെ ഒക്കെ കിട്ടുകൊള്ളങ്ങനത്തെ വലിയൊരു ജാരിയായ സ്വതക്കായിട്ട് കരുത്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട ഉസ്മാൻ റളിയല്ലാഹു അൻഹു മുസ്ലിമീങ്ങു റായത്ത് ആൾമാർക്ക് സ്വഹാബത്ത് എല്ലാവർക്കും ഉപകാരപ്പെടുകയായിട്ട് ആ ഒരു കിണത്തെ പൈസ കൊടുത്ത് എടുക്കര്. ഇതായിട്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ സ്വതക്കത്തുൻ ജാരിയ, ജാരിയായ സ്വതക്ക ചൊല്ലുന്ന ഇതായിട്ട് ഞങ്ങൾ മർച്ചയിൽ പിന്നെയും ഞങ്ങൾക്കതൊരു പ്രതിഫലം മുറിയാണ്ട് കിട്ടുന്നുണ്ട് കണ്ടെങ്കിൽ ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ആക്കിയ ഒരു മാതൃക ഇതായിട്ട് ജാരിയായ സ്വതക്ക. ഇത്തരത്തിലുള്ള അമലുക ഇത്തരത്തിലുള്ള സ്വതക്ക ഞങ്ങൾ യാറാക്കിയാണ്ട് കണ്ടെങ്കിൽ ഞങ്ങൾ മർച്ചയിൽ പിന്നെയും ഞങ്ങൾക്ക് പ്രതിഫലം കിട്ടിയോണ്ടിരിക്കൂ. ഒന്നാമത്തെ വിഷയ. രണ്ടാമത്തെ വിഷയ ഇൽമിനി യുൻതഫഉ ബിഹി, ഞങ്ങൾ പഠിച്ചങ്ങനത്തെ ഉപകാരപ്രദമായ അങ്ങനത്തെ ഇൽമുക, ഞങ്ങൾ പഠിച്ചങ്ങനത്തെ ഇൽമുക, ഞങ്ങൾ പരിപാടി അങ്ങനത്തെ ഇൽമുക. അതിങ്ങനെ പരിപാടിയോണ്ട് പോയെങ്കിൽ ആ പരിപാടി അതിന്റെ പ്രതിഫലം അവരുടെ ഖബറിൽ കിട്ടിയോണ്ടിക്കര്, അവന്റെ ഖബറിൽ എപ്പോഴും കിട്ടിയോണ്ടുള്ള അങ്ങനത്തെ. രണ്ടാമത്തെ അമലായിട്ട് പഠിക്കരങ്ങനത്തെ ഇൽമു നാഫിയാവോട് ചൊല്ലത്. മൂന്നാമത്തെ വിഷയം അവനുക്ക് പേനായിട്ട് ദ്വാരക്കിടങ്ങൾക്ക് സ്വാലിഹായ മക്ക.
അവനക്ക് പേരായിട്ട് ദ്വാര കിടങ്ങുന്ന സ്വാലിഹായ മക്ക. അവന് മറിച്ചു പോകുമ്പോഴത്തേക്കു അവനക്ക് മക്ക എന്നിട്ട് കാര്യമില്ല. അവനക്ക് പേരായിട്ട് ദ്വാര കിട മക്ക ആവണോ, സ്വാലിഹായ മക്ക ആവണോ. അങ്ങനെയുള്ള മക്ക ഉള്ളാറുണ്ട് കണ്ടെങ്കിൽ അവന്റെ കബറുകൊള്ളങ്ങനത്തെ വലിയൊരു സ്വത്തായിട്ട് കയറിണ്ട്. അല്ലാഹുവിന്റെ ഹബീബ് അഷ്റഫുൽ ഖൽഖ് മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പരിപാടി തണ്ട്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ ആലോചനയാക്കണോ ഈ ചൊന്നങ്ങനത്തെ 3 കാര്യങ്ങൾ. ഒന്നാമത്തെ സദഖത്തുൻ ജാരിയ നമുക്ക് കൊടുത്തോണ്ടുള്ള സദഖങ്ങ. രണ്ടാമത്തെ ഇൽമുൻ യുൻതഫഉ ബിഹി ഉപകാരപ്രദമായ ഇൽമു. മൂന്നാമത്തെ വലദിൻ സ്വാലിഹിൻ യദഉ ലഹു അവനുക്ക് വേനായിട്ട് ദുആ കിടങ്ങനത്തെ സ്വാലിഹീങ്ങളായ മക്ക. ഈ 3 കാര്യങ്ങൾ ആക്കി വെച്ചാറുണ്ട് കണ്ടെങ്കിൽ അവൻക്ക് പിന്നെ ഖബറുള്ള പേടിക്കൊള്ളായ അങ്ങനത്തെ ആവശ്യമില്ല, ഖബറുള്ള പേടിക്കൊള്ളായ അങ്ങനത്തെ അകത്തിയില്ല. എന്നെങ്കാ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ ഒന്ന് ആലോചനയാക്കണോ ഈ ചൊന്നങ്ങനത്തെ 3ാമത്തെ വിഷയ. ഞങ്ങൾക്കുള്ളങ്ങനത്തെ മക്കങ്ങ സ്വാലിഹാവണെങ്കിൽ അതുക്കുള്ളങ്ങനത്തെ തെരുവിനെതിരെ ഇന്നത്തെ കാലത്തിൽ എല്ലാ ബാപ്പമാരും എല്ലാ ഉമ്മമാരും ഭയങ്കര പരാതിയായിട്ട് ഭയങ്കര ദൂരായിട്ട് മക്കളെ വിഷയത്തില്. മക്ക ചൊന്ന പോലെ കേൾക്കില്ല, മക്ക നിസ്കരിക്കില്ല, മക്ക നോമ്പ് നോക്കില്ല, മക്ക പള്ളിക്ക് പോകില്ല. ഇത്തരത്തിലുള്ള ദൂരയാരായുള്ള അങ്ങനത്തെ ഒരു കാലത്തിലായിട്ട് നിങ്ങൾ ജീവിച്ചുകൊണ്ടുള്ളേ. എന്നെങ്കിൽ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ ഞങ്ങളെ മക്ക സ്വാലിഹാവണമെങ്കിൽ ഞങ്ങൾ മർച്ചയിൽ പിന്നെ ബാപ്പുവായതാണ്. മർച്ചയിൽ പിന്നെ എന്റെ ബാപ്പു ഗുണയിന് പുറത്തു കൊടുക്കണേ അല്ലാഹ്. ഉമ്മായ ഒരു ഉമ്മ മർച്ചയിൽ പിന്നെ എന്റെ ഉമ്മഗുണയിന് പുറത്തു കൊടുക്കണേ അല്ലാഹ്. ആ രൂപത്തില് ബാപ്പുവും ഉമ്മകും ദ്വാര കിടങ്ങനത്തെ മക്കാവണമെങ്കിൽ ഞങ്ങളെ മക്കങ്ങ ബാപ്പുവും ഉമ്മകും ദ്വാര കിടങ്ങനത്തെ മക്കാവണമെങ്കിൽ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ അതുക്കുള്ള തിരുവെന്തരേ മക്കങ്ങ നല്ല എങ്കിൽ മക്കങ്ങ ഇസ്തിഗ്ഫാർ ചൊന്നെങ്കിൽ മറിച്ചു പോയങ്ങനത്തെ അല്ലെങ്കിൽ മറിച്ചു പോകുള്ളങ്ങനത്തെ ബാപ്പമാർക്കും ഉമ്മമാർക്കും വലിയൊരു സന്തോഷമായിട്ട് ഖബറുള്ളൂ. നല്ലേ അല്ലാഹുവിന്റെ ഹബീബ് തങ്ങൾ പരിപാടി കണ്ടത്. ഇന്നല്ലാഹ ല യർഫഉ ദറജത ലിൽ അബ്ദി സ്വാലിഹി ഫിൽ ജന്ന. അല്ലാഹു എന്താക്കടാ ഒരു സ്വാലിഹായ ഒരു വ്യക്തിക്ക് സ്വർഗ്ഗത്തില് ഒരു സ്ഥാനമാനം കൊടുത്തോണ്ടിക്കറാ, ഓരോ പവറും കൊടുത്തോണ്ടിക്കറാ. അപ്പോ ആ വ്യക്തിക്ക് ഫയഖൂൽ യാ റബ്ബി മിൻ ഐന ലീ നക്ക് ഇത്രമാത്രം സ്ഥാനം കിട്ടോ കാരണം എന്തേ ഓരോ നാളുകൾ പോകുമ്പോഴത്തേക്കും ഓരോ സ്ഥാനങ്ങൾ യാറായിട്ടുണ്ടല്ലേ അല്ലാഹ്. മിൻ ഐന ലീ യാ അല്ലാഹ് നക്ക് എന്റെ അല്ലാഹ് ഇത്തരത്തിലുള്ള സ്ഥാനങ്ങൾ യാറാവുള്ള കാരണാണ്ട് ആ വ്യക്തി കേൾക്കുമ്പോഴത്തേക്കു ആ അല്ലാഹു പരിപാടികൾക്ക് അല്ലാഹു ചൊല്ലങ്ങനത്തെ ഒരു ഫലമുണ്ടോ. ബിസ്തിഗ്ഫാരി വലദിക ദുനിയാവില് ജീവിച്ചോണ്ടുള്ള നിന്റെ മോനുള്ളല്ലേ, നിന്റെ മോനുള്ളല്ലേ, ആ മോനു നിക്കുബേനായിട്ട് ഇസ്തിഗ്ഫാർ ചൊന്നോണ്ടുള്ള നിക്കുബേനായിട്ട് അല്ലാഹുവോട് ഇസ്തിഗ്ഫാർ ചൊന്നോണ്ടുള്ള ആ ഇസ്തിഗ്ഫാർ കാരണം കൊണ്ടായിട്ടിക്കരുവോ മനുഷ്യ നിക്ക് ഓരോ നാലങ്ങ് പോകുമ്പോൾ ഓരോ സ്ഥാനങ്ങൾ ആരായുണ്ടല്ലേ. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ മക്കങ്ങ സ്വാലിഹീങ്ങളാണെങ്കിൽ മക്കങ്ങ ഇസ്ലാമുടെ യഥാർത്ഥമായ ആശയത്തിലും ആദർശത്തിലും ഉള്ളാറുണ്ട് കണ്ടെങ്കിൽ ബാപ്പമാരും മർച്ചയിൽ പിന്നെ ഉമ്മമാരും മർച്ചയിൽ പിന്നെ അങ്കുള്ളങ്ങനത്തെ വലിയൊരു സ്വത്തായിട്ട് മക്കങ്ങ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ എങ്ങനായിട്ട് മക്കങ്ങ സ്വാലിഹാവുടെ മക്കങ്ങ എങ്ങനായിട്ട് ഇസ്ലാമുടെ യഥാർത്ഥമായ ആശയത്തിലും ആദർശത്തിലും പണ്ടേ അതായിട്ട് ഇന്നത്തെ കാലത്തിൽ ആരായിട്ട് ഞങ്ങൾ ചൊല്ലണായത് പിടികൊടായത് ധാർമ്മികമായ വിദ്യാഭ്യാസം ഇല്ലാണ്ട് കണ്ടെങ്കിൽ മക്കങ്ങ ചെറുപ്പത്തിൽ പോവാറ്. ധാർമ്മികമായ വിദ്യാഭ്യാസ കൊറത്തയില്ലാണ്ട് കണ്ടെങ്കിൽ ആ മക്കൾക്ക് ബാപ്പറയും ഉമ്മറയും നനപ്പിക്കാന് ചിലപ്പോൾ ജീവിച്ചിരിക്കുമ്പോൾ നനപ്പിന്നെങ്കിലും മർച്ചയിൽ പിന്നെ നനപ്പിക്കാല് ധാർമ്മിക വിദ്യാഭ്യാസ കൊറത്തയായിട്ട് കരുതിക്കെല്ലാം കാരണം. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ ഈ ഒരു പുതിയൊരു അധ്യയന വർഷം വരുമ്പോഴത്തേക്കു പുതിയ ക്ലാസ്സുകളെല്ലാം സ്റ്റാർട്ട് ആവുമ്പോഴത്തേക്കു സ്കൂളിന്റെ വിഷയത്തില് ഭൗതികമായ വിഷയത്തില് ഞങ്ങളെ മക്കളെ വിഷയത്തിൽ യാറെ ജാഗ്രത ആക്കറ. അവന് ആശാലക്ക് പോണോ, അവന് ഈ സ്കൂളിലേക്ക് പോണോ, അവിടുത്തെ ഫെസിലിറ്റി നോക്കറ. ആ ഒരു ടൈമിലോ
ഞങ്ങളെ രാജ്യത്തിലുള്ള അങ്ങനത്തെ പള്ളിയിലുള്ള മദ്രസത്തുക്ക് ഞങ്ങളെ മക്കളെ കടത്തുക ഞങ്ങൾ മറന്നു പോകും തീരാ. ധാർമ്മികമായ വിദ്യാഭ്യാസം മക്കൾക്ക് ഇല്ലാണ്ട് കണ്ടെങ്കിൽ പിന്നെ മക്കളെ കൺട്രോള് ബാപ്പന്മാരെ കയ്യിലേക്കില്ല, മക്കളെ കൺട്രോള് ഉമ്മമാരെ കയ്യിലേക്കില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ധാർമ്മികമായ വിദ്യാഭ്യാസമായിട്ട് ഞങ്ങൾ മെയിനായിട്ട് പഠിക്കണായത്. ഞങ്ങൾ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇന്നത്തെ ഈ ഒരു സിറ്റുവേഷൻ, ഇന്നത്തെ ഈ ഒരു കാലാവസ്ഥയില് ധാർമ്മികമായ വിദ്യാഭ്യാസത്തിന് മക്കളെ കിട്ടിയോണ്ടില്ല, ധാർമ്മികമായ ജ്ഞാനത്തിന് മക്കളെ കിട്ടിയോണ്ടില്ല. എന്തേ കാരണ? ഇബ്ലീസിന്റെ വലിയ ഉപദ്രവമായിട്ടിരിക്കുന്നത് എന്തിനായിട്ടിരിക്കരുത്? അതാ അള്ളാഹു പരിശുദ്ധമാകപ്പെട്ട ഖുർആനിൽ നമുക്ക് പരിപാടി തന്നില്ലേ? വഇദ് ഖാല റബ്ബുക ലിൽ മലായികതി ഇന്നി ജാഇലുൻ ഫിൽ അർളി ഖലീഫ. അല്ലാഹു അതാ ഖുർആനിൽ മലായികത്തോട് ഒരു ക്വസ്റ്റ്യൻ കേൾക്കറാവോ? മലായികത്തെ, നാണ് ഈ ദുനിയാവിലെ മനുഷ്യന്മാരെ കടത്തിരെ ദുനിയാവിൽ നക്കുവേനായിട്ട് ആരാധനയാകുകയോ, നാണ് മനുഷ്യന്മാരെ കടത്തിരാൻ ചെന്നിട്ട് മലായികത്തോട് കേൾക്കുമ്പോഴോ അള്ളാഹു മലായികത്തും തമ്മിൽ സംഭാഷണ ആവുടോ. അങ്ങനെ അള്ളാഹു എന്താക്കട? ആദ്യ മാനവനായകത്തോ, ആദ്യ പിതാവായകത്തോ ബഹുമാനപ്പെട്ട ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമുടെ അള്ളാഹു പടക്കുറ. അങ്ങനെ അള്ളാഹു പടച്ചപ്പോ അള്ളാഹു ആദം നബിയോട് ചൊല്ലാവോ, ആദമേ ഈ കാണങ്ങനത്തെ എല്ലാ വസ്തുക്കളെ പേരുങ്ങ നിങ്ങൾ എന്താക്കണോ? ഇവിടെ ഉള്ളകത്തെ എല്ലാ മലായികത്തിന് പരിപാടി കൊടുക്കണോ? അള്ളാഹു ആദം നബിയോട് ചൊല്ലങ്ങനത്തെ വിഷയായിരിക്കേ ഇവിടെ ഉള്ളകത്തെ എല്ലാ വസ്തുക്കളെയും പേരുങ്ങ നിങ്ങൾ അതാ മലായികത്തിന് നിങ്ങൾ പരിപാടി കൊടുക്കണോ? അങ്ങനെ അതാ ബഹുമാനപ്പെട്ട ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം അവിടെയുള്ള എല്ലാ വസ്തുക്കളുടെ ഓരോ വസ്തുക്കളുടെ പേരും മലായികത്തുക്ക് പരിപാടി കൊടുക്കുന്നു. ആദം നബി എന്താക്കട്ടെ എല്ലാ വസ്തുക്കളുടെ പേരും മലായികത്തുക്ക് പരിപാടി കൊടുക്കുന്നു. മലായികത്തുക്ക് പരിപാടി കൊടുത്തപ്പോ അല്ലാഹു ആ മലായികത്തോട് ചൊല്ലാ ചൊല്ലേ, നിങ്ങൾ ഈ ആദം നബി സുജൂദാക്കണോ? ആദം നബിക്ക് സുജൂദാക്കുവാനായിട്ട് അല്ലാഹു മലായികത്തോട് ചൊല്ലാ. അപ്പൊ എല്ലാ മലായികത്തും സുജൂദാക്കിടാറ്, ഇബ്ലീസ് സുജൂദാക്കില്ല. എല്ലാ മലായികത്തും നമുക്ക് ഇൽമു പരിപാടി അങ്ങനത്തെ ആദം നബി നമുക്ക് ഈ ലോകത്തുള്ളങ്ങനത്തെ ദുനിയാവിലുള്ളങ്ങനത്തെ എല്ലാ വസ്തുക്കളുടെയും പേരങ്ങ് പരിപാടി അങ്ങനത്തെ ആദം നബിക്ക് പേനായിട്ട് സുജൂദാക്കിടാറ്. പക്ഷെ ഇല്ല, ഇബ്ലീസ് എന്താക്കില്ല, അവിടെ ആദം നബി പേനായിട്ട് സുജൂദാക്കില്ല. ഇബ്ലീസിന്റെ മനസ്സിലുള്ളത് ഒന്നായിട്ടിരിക്കലെന്തേ നന്റെ കാണ്ടി യാറ ഇൽമു അല്ലാഹു എന്താക്കിയത ഈ ആദം കൊടുത്തുറാ, നന്റെ കാണ്ടിയും ഇൽമു അല്ലാഹു എന്താക്കിയത ഈ ആദം നബി കൊടുത്തുറാ. ചൊല്ലങ്ങനത്തെ ആ ഇൽമുറൊട്ടുകൊള്ളങ്ങനത്തെ ആ ഒരു വിദ്യറൊട്ടുകൊള്ളങ്ങനത്തെ അസൂയം കൊണ്ടായിട്ടിക്കര് ഇബ്ലീസ് എന്താക്കാത്തെ? സുജൂദാക്കാത്തെ. അപ്പൊ ആ ഇബ്ലീസ് ഇൽമു പഠിക്കുന്നോണ്ട് ചൊല്ലത് അത് വലിയൊരു വിഷയമായിട്ടിക്കര്, വലിയൊരു ഇബ്ലീസ് സഹിക്കുകയാവാതങ്ങനത്തെ വലിയൊരു സ്വരായിട്ട് ഇൽമു പഠിക്കുന്നോണ്ട് ചൊല്ലത്. അതുകൊണ്ടായി ധാർമ്മികമായ വിദ്യാഭ്യാസത്തിന്റെ വിഷയം വരുമ്പോഴത്തേക്കു ഞങ്ങളെ മക്കളെ ഒന്നും പിടിച്ചും കിട്ടില്ല. ഞങ്ങളെ മക്കളെല്ലാം പ്രചാരമുള്ള കാരണം ഇബ്ലീസിന് ഏറ്റവും അസഹ്യമായ ഏറ്റവും വലിയ അർസമണ്ണെങ്കില് ധാർമ്മികമായ വിദ്യാഭ്യാസം പഠിക്കുന്നോണ്ട് ചൊല്ലത്. അതല്ലേ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ? ഇബ്ലീസ് അതുകൊണ്ട് ആൾമാരോട് അതുകൊണ്ട് കൂട്ടം ആൾമാർ ഇബ്ലീസ് ചെറിയ ചെറിയ കൂട്ടം ആൾമാർ അങ്ങോട്ട് ഇബ്ലീസ് ചൊല്ലത് എന്താക്കണോ? എല്ലാരും പോയിട്ട് എന്താക്കണോ? ആരാധന ആക്കിക്കൊണ്ടുള്ള അങ്ങനത്തെ ആൾമാർ വസ്വാസാക്കിയിട്ട് ഞങ്ങളെ ഇബാദത്ത് ഇല്ലാണ്ടാക്കണോണ്ട് ചൊല്ല. അങ്ങനെ ചൊല്ലുമ്പോഴത്തേക്കും ആ ഇബ്ലീസിന്റെ കൂട്ടത്തിൽപ്പെട്ട ആൾമാർ എല്ലാ ഓരോരുത്തരും മുട്ട പോണ്ടാർ ആരാധന ആക്കിക്കൊണ്ടുള്ള നിസ്കരിച്ചോണ്ടുള്ള ഇബാദത്താക്കിക്കൊണ്ടുള്ള അങ്ങനത്തെ ഓരോരുത്തരും മുട്ട പോണ്ടാറ് പോയിട്ടാകുമ്പോഴത്തേക്കും അങ്കെന്താവില്ല, നിങ്ങളെ ഇബാദത്ത് ഇല്ലാണ്ടാക്കുക ആവില്ല. കാരണം ഇങ്ങനെല്ലാം മുഅ്മിനീങ്ങളായ ആൾമാർ ദിക്ർ ചെന്നുകൊണ്ടുള്ളാർ ആ ഇബ്ലീസ് ഇങ്ങനെ പേർപ്പിക്കുക ആവില്ല. അങ്ങനെ പേർപ്പിക്കുക ആവാണ്ടിക്കുമ്പോഴത്തേക്കും ഫജാഉ ഇലൈഹി അങ്ങനെ എല്ലാവരും പിറവ് പോണ്ടാർ. ആരമുട്ട ലീഡർ മുട്ട പിറവ് പോണ്ടാർ. പോയിട്ട് ചൊല്ലാറ് ലം നഖദിറു അലൈഹി, നമുക്ക് സാധ്യയില്ല. അങ്ങനെ ആരാധനാക്കളെ തൊട്ടിട്ടു അങ്ങനെ ഇല്ലാണ്ടാകുക, നമ്മളൊന്ന് ബാക്കടിപ്പിക്കുക, പിന്തിരിപ്പിക്കുക, നമുക്ക് ആയോണ്ടില്ലാന്ന് ചൊല്ലുമ്പോഴത്തേക്കും ആ ഇബ്ലീസ് ചൊല്ലാ, നേതാവ് ചൊല്ലാ ഇദ്ഹബൂ ഇലാ
ഇലാ തുല്ലാബിൽ ഇൽമി എന്താക്കണോ ഇൽമു പഠിച്ചുകൊണ്ടുള്ള അങ്ങനത്തെ വിദ്യാർത്ഥികളെ മുട്ട പോണോ ഇൽമു പഠിച്ചുകൊണ്ടുള്ള അങ്ങനത്തെ ധാർമ്മികമായ ജ്ഞാന കരഗതമാക്കിക്കൊണ്ടുള്ള അങ്ങനത്തെ ആൾമാരുടെ മുട്ട പോണോ പോയിട്ട് എന്താക്കണോ അങ്ങനെ ഫസാദാക്കണോ അങ്ങ പഠിക്കുന്നത് ഇല്ലാണ്ടാക്കണോ എന്തേ കാരണ അങ്ങ പഠിച്ചാറുണ്ട് കണ്ടെങ്കിൽ അങ്ങ് അത് പ്രചരിപ്പിക്കിടാറ് ആൾമാർക്ക് ചൊന്നു കൊടുക്കിടാറ് അപ്പൊ ആൾമാരുടെ ഇബാദത്തിന് എല്ലാം യാറാവൂടൂ അതുകൊണ്ട് നിങ്ങൾ ആ ഗുണമായ ഇൽമു പഠിക്കുന്ന അങ്ങനത്തെ ആൾമാർ വിശ്വാസാക്കിട്ട് ആ ഇൽമുറ ഇല്ലാണ്ടാക്കണോ ആരൂപത്തിലായിട്ട് നേതാവായി ഇബ്ലീസ് നിർദ്ദേശനം കൊടുക്കുന്നത്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ അൽ ആലിമു വശദ്ദു മിനൽ ആബിദി ആ ഇബ്ലീസ് ആബിദിനെക്കാളും ഏറ്റവും സ്ട്രോങ് ആയിട്ട് ഒരു ആലിമുള്ളത്. ഇബ്ലീസ് എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു ആലിമുടെ ഇൽമുടെ ഇല്ലാണ്ടാക്കുക ആയിട്ടിക്കത്. കാരണം ഇൽമു ചൊല്ലത് ദീന്റെ അടിസ്ഥാനമായിട്ടിക്കത് ദീന്റെ അടിത്തറായിട്ടിക്കത് ഇൽമു ചൊല്ലത് ആ ഇൽമേ ഇല്ലാണ്ടായിട്ട് കണ്ടെങ്കിൽ പിന്നെ അല്ലാഹുവുള്ളങ്ങനത്തെ ആരാധനകൾ ബാക്കിയാവില്ല. അല്ലാഹുവു വേറായിട്ട് ഇബാദത്താക്കുക ആൾമാർക്ക് പിന്നെ തിരുവലിക്കയില്ല. അതുകൊണ്ട് ഇബ്ലീസ് ഫസ്റ്റ് ഗുരി ഇബ്ലീസ് ആകണ എങ്ങനത്തെ സ്വറങ്ങ അത് ഇൽമു പഠിക്കണങ്ങനത്തെ ആൾമാരുടെ ഇൽമുടെ ഇല്ലാണ്ടാക്കുക ചൊല്ലങ്ങനത്തെ സ്വറായിട്ടിക്കത്. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ ഞങ്ങളെ മക്കളെല്ലാം സ്വാലിഹ് ആവണമെങ്കിൽ നല്ല മക്ക ആവണമെങ്കിൽ ദുനിയാവിലും ആഖിറത്തിലും നമുക്ക് ഉപകാരപ്പെടുന്ന മക്കളെ കൂട്ടത്തിൽ പെടണമെങ്കിൽ ആ മക്കൾക്ക് ധാർമ്മികമായ അങ്ങനത്തെ വിദ്യാഭ്യാസങ്ങൾ കൊടുക്കണോ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ പിന്നൊരു വിഷയം കൂടി ചൊല്ലാൻ ആഗ്രഹിക്കണേ. ഇന്ന ഇബ്ലീസ യൻസിബു അർശഹു അലൽ ബഹരി ഇബ്ലീസ് അതാ എല്ലാ നാളും അസർ ടൈമിൽ ഒരു കടലിന്റെ കിനാറിൽ വെച്ചിട്ട് അവന് മീറ്റിംഗ് കൂടുക. അവന്റെ അനുയായികളെല്ലാം വിളിച്ചിട്ട് മീറ്റിംഗ് കൂടുക. അങ്ങനെ അവന് കേൾക്കുക നിങ്ങൾ എന്താണ് ഉണ്ടാക്കിയ സ്വറ നിങ്ങൾ ഉണ്ടാക്കി എങ്ങനെ തപ്പുക എന്തിനാണ് കേൾക്കുമ്പോഴത്തേക്കോ അതാ ഓരോരുത്തർ ചൊല്ലാ മാ സിൽതു ബി ഫുലാൻ ഹത്താ തറക സ്വലാ. ഓ നേതാവേ ഇബ്ലീസിനെ അനുയായികൾ ചൊല്ലങ്ങനത്തെ വിഷയമായിട്ട് ഓ നേതാവേ ഞാൻ ഒരു വ്യക്തിയുടെ മുട്ട പോയിട്ട് അവനെ നിസ്കരിക്കാത്തത് പോലെയാക്കിയ അവനാണ് മണി പെറുപാട്ടിയ വേറെ സ്വറ കൊടുത്ത് അങ്ങനെ കൊടുത്തപ്പോ നിസ്കാരത്തെ ഉപേക്ഷിച്ച നിസ്കാരം ഉപേക്ഷിക്കേ ചൊല്ലങ്ങനത്തെ ബെടക്ക് സ്വരതാനാക്കിയാണ്ട് ആ ഇബ്ലീസ് ഭയങ്കര കൊസിൽ ചൊല്ലുമ്പോഴത്തേക്കോ ആ നേതാവ് ചൊല്ലത് മാ സനഅത ശൈആ നീ ആക്കിയത് എന്തോ ഒരു കാര്യമേ അല്ല നീ ആക്കിയത് ഒരു വലിയ വിഷയമേ അല്ല എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല ആര് ചൊല്ലേ നേതാവ് ചൊല്ലേ അങ്ങനെ ചൊല്ലുമ്പോഴത്തേക്കോ വേറൊരു വ്യക്തി ചൊല്ലേ മാ സിൽതു ബി ഫുലാൻ ഹത്താ സനാ ഞാൻ ഒരു വ്യക്തിയുടെ ബാക്കിൽ കൂടിയിട്ട് അവന്റെ വസ്വാസാക്കിയിട്ട് അവന് വ്യഭിചാര ആക്കും പോലെ ഞാൻ ആക്കി വിട്ടേ. വ്യഭിചാര ചൊല്ലങ്ങനത്തെ വലിയൊരു പ്രവർത്തനത്തിൽ കൊണ്ട് ഞാൻ ഇലിബാട്ടി വിട്ടേ. അങ്ങനെ ചൊല്ലുമ്പോ നേതാവ് ചൊല്ലത് മാ സ്വനഅത ശൈഅൻ നീ ആക്കിയതും വലിയൊരു കാര്യമല്ല. അങ്ങനെ അതാ ഓരോ വ്യക്തികളും ഓരോ അനുയായികളും അങ്ങ് ആക്കിയങ്ങനത്തെ ഓരോ തത്വങ്ങളും ചൊല്ലുമ്പോഴത്തേക്കോ ഇതൊന്നും ഈ നേതാവായ ഇബ്ലീസ് കൊസിയാവില്ലേ. ലാസ്റ്റ് ആയിട്ട് ഒരു വ്യക്തി ഒരു അനുയായി വന്ന് ആ അനുയായി വന്ന് ചൊല്ലത് മാ സിൽതു ബി ത്വാലിബിൽ ഇൽമി ഹത്താ സ്വറഫ്തുഹു അൻഹു. ഞാൻ ഇൽമു പഠിച്ചുകൊണ്ടുള്ള ഒരു വ്യക്തിയുടെ ബാക്കിൽ കൂടിയ ഒരു വിദ്യാർത്ഥിയുടെ ബാക്കിൽ കൂടിയ അവന്റെ ഇൽമു പഠിക്കുന്നത് ഞാൻ ഇല്ലാണ്ടാക്കിയ ഇൽമു പഠിക്കുകൊള്ളങ്ങനത്തെ ധാർമ്മികമായ അങ്ങനത്തെ വിദ്യാഭ്യാസ പഠിക്കുകൊള്ളങ്ങനത്തെ ആ ഒരു മനസ്സിനാണ് ഇല്ലാണ്ടാക്കിയാണ്ട് ചൊല്ലുമ്പോഴത്തേക്കോ ആ നേതാവായ ഇബ്ലീസ് ചൊല്ലു നിഅമ അൻത നീ ആയിട്ടിക്കറ യഥാർത്ഥമായ ആള് നീ ആയിട്ടിക്കറ ഇന്നത്തെ ഈ ഒരു നാളിൽ ടോപ്പ് ആൻഡ് ടോപ്പ് നീനായിട്ടിക്കറ എന്തൊരു വിഷയ ഇൽമു പഠിക്കരങ്ങനത്തെ ഒരു വിദ്യാർത്ഥി അവന്റെ ഇൽമുടതാണ് മുടക്കി മുട്ട ചൊല്ലങ്ങനത്തെ അനുയായി ആ പലക ചൊല്ലുമ്പോഴത്തേക്കോ ഈ നേതാവ് വലിയ കൊസിയാവുടൂ. അപ്പൊ അത്രമാത്രം അസഹ്യമായിട്ട് ഇബ്ലീസ് ഒരു വ്യക്തി ഇൽമു പഠിക്കുന്നോട് ചൊല്ലത്. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ ഞങ്ങളെ മക്കളെല്ലാം ധാർമ്മികമായ വിദ്യാഭ്യാസങ്ങൾ പഠിക്കുന്ന മക്കളാവണോ. അതായിട്ട് നമുക്ക് ദുനിയാവിലും ആഖിറത്തിലും രക്ഷപ്പെടുകയുള്ളങ്ങനത്തെ ഏക മാർഗം.
ഞാൻ ചൊന്നു വന്നത് ഈ ലോകത്ത് ജീവിക്കുമ്പോ അല്ലാഹു പടിപാട്ടിയതുപോലെ അവന്റെ ഹബീബ് അഷ്റഫുൽ ഖൽഖ് മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പടിപാട്ടിയതുപോലെ നല്ല രൂപത്തിൽ ജീവിക്കണോ. അപ്പോ ആയിട്ടിക്കുന്നത് യഥാർത്ഥമായ മുസ്ലിമാവുടേത്. അങ്ങനെ ജീവിച്ചെങ്കിൽ മാത്രമായിട്ട് നമുക്ക് ഈ മുസ്ലിമാവോ സാധ്യമുള്ളത്. വിശുദ്ധമാക്കപ്പെട്ട ഖുർആനിൽ അല്ലാഹു ചൊല്ലുന്നത് യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ. ഓ സത്യവിശ്വാസികളെ, നിങ്ങൾ എന്താക്കണോ? നിങ്ങളുടെ സ്വന്തം ശരീരത്തെയും അതുപോലെ തന്നെ നിങ്ങളുടെ കുടുംബത്തെ ആൾമാരെയും നരകത്തെ തൊട്ട് നിങ്ങൾ കാത്തു സൂക്ഷിക്കണോ. അങ്ങനെ നരകത്തേക്ക് പോവാണ്ടിക്കൊണ്ട് കണ്ടെങ്കിൽ യഥാർത്ഥമായ മുസ്ലിമായിട്ടിക്കണോ, യഥാർത്ഥമായ മുസ്ലിമായിട്ട് ജീവിക്കണോ എന്നെങ്കിൽ മാത്രമായിട്ടിക്കണം നമുക്ക് അല്ലാഹു മുട്ട വിജയിക്കുക സാധ്യമുള്ളത്. വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. അല്ലാഹു പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിൽ ചൊല്ലുന്നത് വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. നിങ്ങൾ മുസ്ലിമായിട്ടല്ലാണ്ട് ആരും മരിക്കുക തീരാ, മുസ്ലിമായിട്ടല്ലാണ്ട് ആരും മരിക്കുക തീരാ. പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിൽ അല്ലാഹു നമുക്ക് പടിപാട്ടങ്ങൾക്ക് വിഷയമായിട്ടിക്കരുത്. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഈ മുസ്ലിമാവനുണ്ട് കണ്ടെങ്കിൽ, യഥാർത്ഥമായ മുസ്ലിമാവനുണ്ട് കണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരണോ, ചേഞ്ചസ് കൊണ്ടുവരണോ. അല്ലാഹുവിന്റെ ഹബീബ് അഷ്റഫുൽ ഖൽഖ് മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പടിപാട്ടിയ യഥാർത്ഥമായ ആശയം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കണമെന്ന ജീവനാവണോ. അപ്പൊ മാത്രമായിട്ട് നമുക്ക് യഥാർത്ഥമായ മുസ്ലിമാവുക ചാൻസ് ഉള്ളത്. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നിങ്ങളുടെ ജീവിതത്തിലുള്ള അങ്ങനത്തെ ഓരോ നിമിഷങ്ങൾ അല്ലാഹു തന്നങ്ങനത്തെ ഓരോ ടൈമുക അതെല്ലാം നിങ്ങൾ ജീവിക്കണായത് അല്ലാഹു നമുക്ക് തന്നങ്ങനത്തെ ഈ ഒരു ബുദ്ധി കൊണ്ടിട്ട് ചിന്തിച്ചു കൊണ്ടായിട്ടിക്കണോ ജീവിക്കണായത്. അങ്ങനെ ജീവിച്ചെങ്കിൽ മാത്രമായിട്ട് അല്ലാഹുവിന്റെ ആ ഒരു സംതൃപ്തി നമുക്ക് കരസ്ഥമാക്കുക ചാൻസ് ഉള്ളത്, സാധ്യതയുള്ളത്. അല്ലാഹുവിന്റെ ഹബീബ് അഷ്റഫുൽ ഖൽഖ് മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ഹദീസിലൂടെ നമുക്ക് പടിപാടി തണ്ട് ഇഗ്തനിമ ഖംസൻ ഖബ്ല ഖംസ്. ഓ ജനങ്ങളെ, നിങ്ങളുടെ ജീവിതത്തിൽ 5 കാര്യങ്ങൾ പറയുമ്പോൾ, 5 വിഷയങ്ങൾ പറയുമ്പോൾ നിങ്ങളുടെ ജീവിതത്തില് ആ 5 കാര്യങ്ങൾ ബണ്ടാണ്ടി വന്നോളൂ. നിങ്ങളുടെ ജീവിതത്തിൽ ഉള്ളങ്ങനത്തെ 5 കാര്യത്തെ നിങ്ങൾ സൂക്ഷിക്കണോ. അല്ലാഹുവിന്റെ ഹബീബ് അഷ്റഫുൽ ഖൽഖ് മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പടിപാട്ടങ്ങനത്തെ വിഷയമായിട്ടിക്കര് നിങ്ങളുടെ ജീവിതത്തിൽ പറയുള്ളങ്ങനത്തെ 5 കാര്യങ്ങൾ. ആ 5 കാര്യം ബണ്ടാണ്ടി വന്നോളൂ. നിങ്ങൾ 5 കാര്യത്തെ പ്രത്യേകമായി സൂക്ഷിക്കണോണ്ട് ഷഫീഉനാ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പടിപാടി തണ്ട്. ഇതിനായിട്ട് ഒന്നാമത്തെ കാര്യം വഫറാഗക ഖബ്ല ശുഗ്ലിക. നിനക്ക് അല്ലാഹു ഒരുപാട് ഫ്രീ ടൈം തന്നറാ, ഒരുപാട് ഒഴിവ് സമയം തന്നറാ. ആ ടൈമുകളെല്ലാം അല്ലാഹു നിന്നെ ചെലവാക്കണം. ഖബ്ല ശുഗ്ലിക, നിനക്ക് ചിലപ്പോൾ ബിസി വന്നു പോകൂ, പിന്നെ ചിലപ്പോൾ നിനക്ക് ബിസി വന്നു പോകൂ. ആ ടൈമിൽ നിനക്ക് അല്ലാഹുക്ക് വേണ്ടതുപോലെ ആരാധനയാക്കുക, അല്ലാഹുക്ക് വേണ്ടതുപോലെ നിസ്കരിക്കുക നിനക്ക് അവരോണ്ടില്ല. അതുകൊണ്ട് ആ ബിസി താണ്ടി മുന്നോളൂ. അല്ലാഹു നിനക്ക് തന്നങ്ങനത്തെ ഓരോ ഫ്രീ ടൈമുക അതെല്ലാം അല്ലാഹുക്ക് വേനായിട്ട് ചെലവാക്കണോ. അല്ലാഹുവിന്റെ ഹബീബ് അഷ്റഫുൽ ഖൽഖ് മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പടിപാട്ടത്. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അല്ലാഹു നമുക്ക് തന്നങ്ങനത്തെ ഈ ഒരു ടൈമോ ഇത് ഭയങ്കര മുഖ്യമുള്ള മൂല്യമുള്ള വിഷയമായിട്ടിക്കരു, ഭയങ്കര മൂല്യമുള്ള വിഷയമായിട്ടിക്കരു. ഞങ്ങൾ ഒരു ടൈം വേസ്റ്റ് ആക്കിയാണ്ട് കണ്ടെങ്കിൽ പിന്നെ എത്ര കോടി കൊടുത്തെങ്കും എത്ര പൈസ കൊടുത്തെങ്കും ആ ഒരു ടൈം നമുക്ക് പിറവെടുക്കുക ചാൻസ് ഇല്ല, സാധ്യതയില്ല. ടൈമുള്ള വില ആ ടൈം അവർക്ക് നഷ്ടപ്പെടുത്തിയാണ്ട് കണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ പൈസ കഴിഞ്ഞു പോയെങ്കിൽ, പൈസ പൂന്തു പോയെങ്കിൽ, പൈസ എറിഞ്ഞു പോയെങ്കിൽ, അധ്വാനിച്ച് പൈസ ഉണ്ടാക്കുക ചാൻസ് ഉണ്ട്. വേറെ എന്തും നഷ്ടപ്പെട്ടു പോയെങ്കിൽ നമുക്ക് പൈസ കൊടുത്തു എടുക്കുക ചാൻസ്
ചാൻസ് ഉണ്ട്. പക്ഷെ ഈ ടൈം കൊണ്ട് ചൊല്ലത് ആ ടൈം അവർക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് കണ്ടെങ്കിൽ പിന്നെ അവർക്ക് ആ ടൈമുടെ പെരുവിടുള്ള അങ്ങനത്തെ ചാൻസ് അള്ളാഹു വെച്ചിട്ടില്ല. അതുകൊണ്ട് ഈ ടൈം കൊണ്ട് ചൊല്ലത് അള്ളാഹു നിങ്ങൾക്ക് തന്നങ്ങനത്തെ ഈ ഒരു ഫ്രീ ടൈമുക ഇത് അള്ളാഹു വേനായിട്ട് നല്ലതുപോലെ സൂക്ഷിക്കണോ. അല്ലാഹുവിന്റെ ഹബീബ് അഷ്റഫുൽ ഖൽഖ് മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പരിപാടിക്കുന്ന ഒരു വിഷയ ഈ ടൈം കൊണ്ട് ചൊല്ലത് ആൾമാരുണ്ട് വെറുത്തും വെറുത്താക്കി കളയിടങ്ങത്തെ സോഷ്യൽ മീഡിയത്തിൽ ബാക്കിൽ പോയിട്ട് ടൈമെല്ലാം വേസ്റ്റ് ആക്കണങ്ങനത്തെ ഒരു സാഹചര്യമായിട്ട് ഇതിന്റെ കണ്ടോണ്ടല്ലേ. അപ്പൊ അല്ലാഹു തന്നങ്ങനത്തെ ഈ ഒരു ടൈം ഇത് നിങ്ങൾ ഫസ്റ്റ് ആയിട്ട് സൂക്ഷിക്കണോ. അല്ലാഹു തന്നങ്ങനത്തെ വലിയൊരു നിഅമത്തായിട്ട് ടൈം കൊണ്ട് ചൊല്ലത് അല്ലാഹുവിന്റെ ഹബീബ് അഷ്റഫുൽ ഖൽഖ് മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹദീസിലൂടെ ഒരുപാട് ഹദീസിലൂടെ ഈ ടൈം പ്രത്യേകം സൂക്ഷിക്കുകയായിട്ട് നമുക്ക് ഒരുപാട് ഹദീസിൽ നമുക്ക് അല്ലാഹുവിന്റെ ഹബീബ് പരിപാടിയുണ്ട്. നിഅമതാനി മഗ്ബൂറുൻ ഫീഹിമാ കസീറുൻ മിനൻ നാസ്. ജനങ്ങൾ ചമ്മായിട്ട് മിസ്യൂസ് ആക്കിക്കൊണ്ടുള്ള അങ്ങനത്തെ രണ്ട് അനുഗ്രഹങ്ങളെ കുറിച്ചിട്ട് അല്ലാഹുവിന്റെ ഹബീബ് നമുക്ക് പരിപാടിയുണ്ട്. ഒന്ന് അസ്സിഹത്തു വൽ ഫറാ. ഒന്നാമത്തെ ആരോഗ്യമായിട്ട് ആരോഗ്യം ചൊല്ലത് ആരോഗ്യ ഇക്കൊമ്പത്തുക മനുഷ്യർ അതിനെ കുറിച്ചിട്ട് ബോധയിക്കില്ല. ആരോഗ്യം ഉള്ള ടൈമിൽ മനുഷ്യർക്ക് അതിനെ കുറിച്ചിട്ട് ബോധയില്ല. അതുകൊണ്ട് ഈ ആരോഗ്യം നല്ലോണം സൂക്ഷിക്കണോ. അല്ലാഹു നിങ്ങൾക്ക് തന്നങ്ങനത്തെ ഫ്രീ ടൈമുകളില്ലേ ആ ഫ്രീ ടൈമുകളും നല്ലോണം സൂക്ഷിക്കണോ. സഫിയൂനാ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പരിപാടിയുണ്ട്. വിശുദ്ധമാകപ്പെട്ട ഖുർആനില് ഒരു ആയത്ത് കാണാൻ സാധ്യമാവുന്നു. ഹത്താ ഇദാ ജാഅഹദഹുൽ മൗത്ത് ഖാല റബ്ബിർജിഊൻ ലഅല്ലി അഅമലു സാലിഹൻ ഫീമാ തറക്തു. അല്ലാഹു നമുക്ക് പരിപാടി തന്നത് ഹത്താ ഇദാ ജാഅഹദഹുൽ മൗത്ത്. അതാ മനുഷ്യന്മാരെ കൂട്ടത്തിലുള്ള ഓരോ മനുഷ്യന്മാർക്ക് മരണം എത്തുമ്പത്തുകൂ മൗത്ത് എത്തുമ്പത്തുകൂ മരിക്കണങ്ങനത്തെ ആ ടൈം ആസന്നമാവുമ്പത്തുകൂ അങ്ങ് ചൊല്ലാറ് എന്നതായിട്ട് ചൊല്ലത് ഖാല റബ്ബിർജിഊൻ. അല്ലാഹുവേ രണ്ട് ഒന്ന് ദുനിയാവ് നിന്നെ മടക്കണോ. കണ്ടനീനും മരിപാട് കുത്തിയിട അല്ലാഹ് കണ്ടനീനും മരിപ്പിക്കണ്ട അല്ലാഹ് രണ്ട് ഒന്ന് ദുനിയാവ് നീനും മടക്കണോ അല്ലാഹ്. എന്തേ കാരണ ലഅല്ലി അഅമലു സാലിഹൻ ഫീമാ തറക്തു. ഇനിയും ഒരുപാട് നല്ല കാര്യങ്ങളാക്കണോ അല്ലാഹ്. ഇനിയും നിസ്കരിക്കണോ അല്ലാഹ്. ഇനിയും നോമ്പ് നോക്കണോ അല്ലാഹ്. ഇനിയും ധർമ്മം കൊടുക്കണോ അല്ലാഹ്. അതുകൊണ്ട് നല്ല നീ ദുനിയാവ് മടക്കണോണ്ട് ആ മരിക്കണങ്ങനത്തെ ടൈമിലും ഓരോ മനുഷ്യന്മാരും ചൊല്ലാറുണ്ട്. പരിശുദ്ധമാകപ്പെട്ട ഖുർആനിൽ അല്ലാഹു നമുക്ക് പരിപാടി തന്ന കൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ ആ ഒരു ടൈം എത്തിയിട്ട് കണ്ടെങ്കിൽ ആ മരിക്കണങ്ങനത്തെ മരിപ്പ് നിശ്ചയിച്ചങ്ങനത്തെ ആ ടൈം ഒരാൾ എത്തിയിട്ട് കണ്ടെങ്കിൽ പിന്നെ അതുകൊണ്ട് ഭിന്നിപ്പിക്കുകയില്ല. പിന്നെ ഒരു സെക്കൻഡ് പോലും ഭിന്നിപ്പിക്കുകയില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ അല്ലാഹുവിന്റെ ഹബീബ് അഷ്റഫുൽ ഖൽഖ് മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊന്നങ്ങനത്തെ ഈ ഒരു വിഷയ ഫറാഹക ഖബല ശുഗ്ലിക നിക്ക് ബണ്ടങ്ങനത്തെ ഈ ഒരു ഫ്രീ ടൈമുക ഇതെല്ലാം നീ നല്ലോണം സൂക്ഷിക്കണോ. നല്ലോണം നീ അത് ഉപയോഗപ്പെടുത്തണോ. അല്ലാഹുവിന്റെ ഹബീബ് നമുക്ക് പരിപാടി തന്നതുപോലെ നിങ്ങളുടെ ജീവിതത്തിലുള്ള അങ്ങനത്തെ ഓരോ ടൈമുകളും നിങ്ങൾ എന്താകണം നല്ലോണം സൂക്ഷിക്കണോ. അല്ലാഹുവിന്റെ ഹബീബ് നമുക്ക് പിന്നെയും പരിപാടി തന്നത് വശബാബക ഖബല ഹറമിക നിന്റെ ജീവിതത്തിലുള്ള അങ്ങനത്തെ വാർദ്ധക്യ നിക്കൊരു വൃദ്ധാപ്യ ബറവുണ്ട്. വാർദ്ധക്യ കാലം ബറവുണ്ട്. വയസ്സാവുടെ കാലം ബറവുണ്ട്. ആ ടൈം അല്ലാഹു നിക്ക് തന്നങ്ങനത്തെ ഈ ഒരു യുവത്വകാല ഈ ഒരു യുവത്വകാലത്ത് നീ അല്ലാഹുവിനായിട്ട് എന്താക്കണോ ചെലവാക്കണോ.
നിക്കതാ വയസ്സായി പോയിട്ടുണ്ട് കണ്ടെങ്കിൽ പിന്നെ എനിക്ക് വേണ്ടതുപോലെ ആരാധനയാക്കുക ആവുന്നില്ല, നിസ്കരിക്കുക വേണ്ടതുപോലെ ആവറുണ്ടില്ല, നോമ്പ് നോക്കുക വേണ്ടതുപോലെ ആവറുണ്ടില്ല. അതുകൊണ്ട് ആ വയസ്സര കാലം മണ്ണാണ്ടി മുതലോ അവർ വൃദ്ധാപ്യം മണ്ണാണ്ടി മുതലോ നിക്കുള്ളങ്ങനത്തെ ഈ ഒരു യുവത്വ, നിക്കുള്ളങ്ങനത്തെ ഈ ഒരു യൗവന ഇത് അള്ളാഹുക്ക് വേനായിട്ട് ചെലവാക്കണോണ്ട് അല്ലാഹുവിന്റെ ഹബീബ് അഷ്റഫുൽ ഖൽഖ് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പടിപാടിലുണ്ട്. അതേപോലെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അല്ലാഹുവിന്റെ ഹബീബ് അഷ്റഫുൽ ഖൽഖ് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പടിപാടിലുണ്ട്. പിന്നൊരു വിഷയ വഗിനാക ഖബല ഫഖരിക, അല്ലാഹുവിനെ ഒരുപാട് ഐശ്വര്യം തന്നിടിക്കുക, ഒരുപാട് സമ്പത്ത് തന്നിടിക്കുക, ഒരുപാട് സ്വത്തുകൾ തന്നിടിക്കുക, അതെല്ലാം വേണ്ടതുപോലെ സൂക്ഷിക്കണോ. കാരണം എന്തെങ്കിൽ ചിലപ്പോൾ നിന്റെ ജീവനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഫഖീറത്തരം എഴുതി വെച്ചിട്ടില്ലെങ്കിൽ, നിന്റെ ജീവനത്തിൽ ഒരു ഫഖീറത്തരം പറയുന്നെങ്കിൽ ആ ടൈം വണ്ടാണ്ടി മുതലു അല്ലാഹുവിനക്ക് തന്നങ്ങനത്തെ ഐശ്വര്യങ്ങളും അല്ലാഹുവിനക്ക് തന്നങ്ങനത്തെ ഒരു സമ്പത്തുകളും ഇതെല്ലാം അല്ലാഹുവിന് വേനായിട്ട് ചെലവാക്കണോണ്ട് ഷഫീഉനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പടിപാടിതണ്ട്. അവസാനമായി ചൊല്ലുള്ളത് അല്ലാഹുവിന്റെ ഹബീബ് നമുക്ക് പടിപാടി തന്നത് വഹയാതക ഖബല മൗതിക, നിന്റെ മൗത്റാണ്ടി മുന്നോളൂ നിക്ക് ബറവുള്ളങ്ങനത്തെ മരിപ്പറാണ്ടി മുന്നോളൂ നിക്ക് അല്ലാഹു തന്നങ്ങനത്തെ ഈ ഒരു ഹയാത്ത്, ഈ ഒരു ജീവന ഇത് പൂർണ്ണമായിട്ടും അല്ലാഹുവിന് വേനായിട്ട് ചെലവാക്കണോ. മരിപ്പ് വണ്ടാണ്ടി മുന്നോളൂ നിക്ക് അല്ലാഹു തന്നങ്ങനത്തെ ഈ ഒരു ജീവന ഇത് പൂർണ്ണമായിട്ടും അല്ലാഹു ചെലവാക്കണോണ്ട് ഷഫീഉനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പടിപാടിതണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അല്ലാഹുവിന്റെ ഹബീബ് അഷ്റഫുൽ ഖൽഖ് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പടിപാടിയതുപോലെ ഈ ഒരു ജീവനം പൂർണ്ണമായിട്ടും അല്ലാഹുവും അവന്റെ ഹബീബ് അഷ്റഫുൽ ഖൽഖ് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പടിപാടിയതുപോലെ ആയിട്ടാണ് ജീവിക്കേണ്ടത്. വിശുദ്ധ ഖുർആന്റെ ആയത്തിനാണ് ഓതി വെച്ചല്ലേ, വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, നിങ്ങൾ മുസ്ലിമായിട്ടല്ലാണ്ട് ആരും മരിക്കുകയില്ല. ഖുർആന്റെ ആജ്ഞയായിട്ടിക്കരു, ഖുർആന്റെ ഘോഷണയായിട്ടിക്കരു, ഖുർആന്റെ കൽപ്പനയായിട്ടിക്കരു, നിങ്ങൾ മുസ്ലിമായിട്ടല്ലാണ്ട് ആരും മരിക്കുകയില്ല. എന്നെങ്കിൽ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ആരായിട്ടിക്കാർ യഥാർത്ഥ മുസ്ലിമോ? അല്ലാഹു ഖുർആനിൽ പടിപാടിയതുപോലെ മുസ്ലിമായിട്ട് മരിക്കണോ ചൊന്നെങ്കിൽ ജീവനം പൂർത്തി മുസ്ലിമായിട്ട് വേണോ. ആരായിട്ട് മുസ്ലിമൂണ്ട് ചൊന്നെങ്കിൽ അൽ മുസ്ലിമു മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി. അല്ലാഹുവിന്റെ ഹബീബ് അഷ്റഫുൽ ഖൽഖ് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പടിപാടി ഒരു മുസ്ലിമൂണ്ട് ചൊന്നെങ്കിൽ പെണ്ണുങ്ങളെ ഭാഗത്ത് ഒരു ബക്കറ്റ് വന്നത് കയ്യിലുള്ള എല്ലാ നല്ല സഹായവും ഈ പരിപാടിയിൽ എല്ലാ നിലക്കുള്ള വിജയത്തിന് നിങ്ങളുടെ സഹകാരം കൂടി അഗത്യായിട്ട് കയ്യിലുള്ള നല്ല ഒരു സംഭാവനകളെല്ലാം ഇട്ടിട്ട് സഹകരിക്കുന്നു, വിജയിപ്പിക്കുന്നു കേട്ടോണ്ടില്ല ഇൻഷാ അല്ലാഹ്. അപ്പൊ അല്ലാഹുവിന്റെ ഹബീബ് അഷ്റഫുൽ ഖൽഖ് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊല്ലത് അൽ മുസ്ലിമു മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി. ഒരാൾ യഥാർത്ഥ മുസ്ലിം ആവണോണ്ട് കണ്ടെങ്കിൽ ബാക്കിയുള്ള ആൾമാർക്ക് ആരും ഓന്റെ കൈ കൊണ്ട ഓന്റെ ബായു കൊണ്ട ഒരു ഉപദ്രവം തീരാ. ഓന്റെ കൈ കൊണ്ട ഓന്റെ ബായു കൊണ്ട ഓന്റെ ഫലക്കം കൊണ്ട ഓന്റെ പ്രവർത്തനം കൊണ്ട ഒരാളും ബുദ്ധിമുട്ട് ഇല്ലാണ്ട് കണ്ടെങ്കിൽ ആർക്കും ഒരു ഉപദ്രവമില്ല, ആർക്കും ഒരു അപവാദമില്ല, ആർക്കും ഒരു നൊമ്പലയില്ല, ആർക്കും ഒരു ബേജാറില്ല. അങ്ങനെയുള്ള ജീവനന്മാർ ജീവിച്ചാറുണ്ട് കണ്ടെങ്കിൽ അവനായിട്ട് യഥാർത്ഥ മുസ്ലിമോ. അങ്ങനെയുള്ള ലൈഫ് സ്റ്റൈൽ നമുക്ക് വേണോ, അങ്ങനെയുള്ള ജീവന മാർഗം നമുക്ക് വേണോ, അവനായിട്ട് യഥാർത്ഥ മുസ്ലിമോ. മിൻ ഹുസ്നി ഇസ്ലാമിൽ മർഇ തർക്കുഹു മാ ലാ യഅലീഹി.
അല്ലാഹുവിന്റെ ഹബീബ് അഷ്റഫുൽ ഖൽഖ് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ പരിപാടിയുടെ മതിയായിട്ടിക്കരേ ഒരു യഥാർത്ഥ മുസ്ലിം ഉണ്ട് കണ്ടെങ്കിൽ അവന് ആവശ്യമില്ലാത്ത ഒരു കാര്യത്തിലും ഇടപെടില്ല, ആവശ്യമില്ലാത്ത ഒന്നുകും അവൻ നിൽക്കില്ല, ആവശ്യമില്ലാത്ത അനാവശ്യമായ അനാചാരമായ അനഗത്യമായ ഒരു കാര്യത്തിലും അവൻ ഇടപെടില്ല. അങ്ങനെയുള്ള അവനായിട്ട് യഥാർത്ഥ മുസ്ലിമോ. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, യഥാർത്ഥ മുസ്ലിമീങ്ങനങ്ങാവണോ, യഥാർത്ഥ മുസ്ലിമീങ്ങനങ്ങാവണമെങ്കിൽ ഞങ്ങളെ ഖൽബുക എപ്പോഴും ഹയാത്ത് വേണോ, ഖൽബുക എപ്പോഴും ഒരു ഖൽബുക നല്ല വിശ്വാസം വേണോ. അല്ലേ യഥാർത്ഥ മുസ്ലിമിനെ കുറിച്ചിട്ട്, യഥാർത്ഥ മുഅ്മിനെ കുറിച്ചിട്ട് വിശുദ്ധമാക്കപ്പെട്ട ഖുർആനിൽ അല്ലാഹു ചൊല്ലുന്നത് അല്ലദീന ആമനൂ വതത്മഇന്നു ഖുലൂബുഹും ബിദിക്രില്ലാഹ്. യഥാർത്ഥ മുഅ്മിനുണ്ട് ചൊന്നെങ്കിൽ അല്ലാഹുവിന്റെ ദിക്ർ ചൊല്ലുമ്പോൾ അവന്റെ ഹൃദയത്തിന് ശാന്തി കിട്ടു, അവന്റെ ഹൃദയത്തിന് അതാ ഒരു ഉറപ്പ് കിട്ടു, ഒരു സ്ഥിരത കിട്ടു. അവനായിട്ട് യഥാർത്ഥ മുഅ്മിനുണ്ട്. ശുദ്ധമാകപ്പെട്ട ഖുർആൻ നമുക്ക് പരിപാടിയുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഖൽബിലുള്ള വിശ്വാസം ഗട്ടിയാവണോ, ഖൽബ് എപ്പോഴും ശാന്തമായിട്ട് വേണോ. അതൊക്കെ എന്താകണോ? വിശുദ്ധ ഖുർആൻ നമുക്ക് പരിപാടിയതുപോലെ, വിശുദ്ധ ഖുർആൻ നമുക്ക് പരിപാടിയതുപോലെ അലാ ബിദിക്രില്ലാഹ്, അല്ലാഹുവിന്റെ സ്മരിക്കൽ കൊണ്ടിട്ടോ, അല്ലാഹുവിന്റെ ദിക്ർ തയ്യാറാക്കൽ കൊണ്ടിട്ടോ, അല്ലാഹുവിന്റെ ദിക്ർ ചൊല്ലൽ കൊണ്ടിട്ടോ തത്മഇന്നുൽ ഖുലൂബ്, ഖൽബെല്ലാം ശാന്തിയാവുടൂ. ഇന്നത്തെ കാലത്തിലുള്ള എല്ലാ ആൾമാരും ഒരു ദൂരായിട്ട് എന്തിരെ ഖൽബ് ഒരു ശാന്തിയില്ല, ഖൽബ് ഒരു നെമ്മതി ഇല്ലാണ്ടായിട്ട് എല്ലാവരും ചെന്നുകൊണ്ടിരിക്കരേ. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അല്ലാഹു നമുക്ക് പരിപാടിയത് അല്ലദീന ആമനൂ വതത്മഇന്നു ഖുലൂബുഹും ബിദിക്രില്ലാഹ്. അല്ലാഹുവിന്റെ ദിക്ർ കൊണ്ടിട്ടു, അല്ലാഹുവിന്റെ ഓർക്കൽ കൊണ്ടിട്ടു, അല്ലാഹുവിന്റെ സ്മരിക്കൽ കൊണ്ടിട്ട് ഖൽബുകയെല്ലാം അടങ്ങി പോണ്ടു, ഖൽബുകയെല്ലാം ശാന്തിയുതമാവുകൊണ്ട് വിശുദ്ധമാകപ്പെട്ട ഖുർആൻ നമുക്ക് പരിപാടിയുണ്ട്. അതുകൊണ്ട് അല്ലാഹുവിന്റെ ദിക്ർ നിങ്ങൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കണോ. ഖുർആന്റെ വേറൊരു മോത്തിൽ കാണുക സാധ്യമാവുന്നത് വസ്സാകിരീനല്ലാഹ കസീറൻ വസ്സാകിറാത്ത്. അല്ലാഹു നല്ലോണം യാറായിട്ട് ദിക്ർ ചൊല്ലങ്ങനത്തെ ആണിങ്ങ, ദിക്ർ ചൊല്ലങ്ങനത്തെ പെണ്ണിങ്ങ, അങ്ങനെയുള്ള ആണിങ്ങവും പെണ്ണിങ്ങവും അഅദ്ദല്ലാഹു ലഹും മഗ്ഫിറതൻ വഅജ്റൻ അദീമാ. അങ്ങനെയുള്ള ആണിങ്ങവും പെണ്ണിങ്ങവും അല്ലാഹു വലിയൊരു സ്ഥാനമാനങ്ങൾ അല്ലാഹു തയ്യാറാക്കി വെച്ചിറാണ്ട് വിശുദ്ധമാകപ്പെട്ട ഖുർആനിൽ അല്ലാഹു പരിപാടി തന്നു. കൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇന്നത്തെ കാലത്തിൽ ജീവിക്കണമെന്ന ചുമച്ചാൾമാർ ഒരു പരാതിയായിട്ടിക്കര് ഞങ്ങൾക്കൊന്നില്ല, ഖൽബ് ഒരു ശാന്ത നെമ്മതിയില്ല, ഖൽബ് ഒരു നെമ്മതി കിട്ടിയോണ്ടില്ല, നിസ്കരിക്കുകയുള്ളങ്ങനത്തെ മനസ്സില്ല, ഖൽബ് ഒരു നെമ്മതിയില്ല, ചൊല്ലങ്ങനത്തെ ഒരു വിഷയ ഭയങ്കരമായ അങ്ങനത്തെ വിഷയായിട്ടിക്കര് അതുകൊള്ള മാർഗമായിട്ടിക്കര് അല്ലാഹു നമുക്ക് പരിപാടി തന്നത് അല്ലാഹുവിന്റെ ദിക്ർ തയ്യാറാക്കിക്കൊണ്ടിരിക്കണോ. ആ ദിക്ർ ചൊല്ലൽ കൊണ്ടിട്ടോ അല്ലാഹു ഖൽബുക്ക് നെമ്മതി തണ്ട, ഖൽബുക്ക് ഒരു അടക്കം തണ്ട, ഒതുക്കം തണ്ട. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അല്ലാഹു ഖുർആനിൽ ചൊല്ലുന്നത് വമയ്യഅശു അൻ ദിക്രിർ റഹ്മാൻ നുഖയ്യിദ് ലഹു ശൈത്താൻ ഫഹുവ ലഹു ഖരീൻ. ആരെങ്കിലും അല്ലാഹുവിന്റെ ദിക്ർ വിട്ടു നിൽക്കാറുണ്ട് കണ്ടെങ്കിൽ, ദിക്റുമായി ബന്ധപ്പെടാണ്ട് ദിക്ർ തൊട്ടിട്ട് ആരെങ്കിലും വിട്ടു നിൽക്കാറുണ്ട് കണ്ടെങ്കിൽ അവന്റെ പിന്നെയുള്ള കൂട്ടുകാരൻ ശൈത്താനായിട്ടിക്കറാ, പിന്നെ അവർക്ക് കൂട്ടുകാരായവന്റെ ശൈത്താനായിട്ടിക്കറാ. ആ ദിക്റുമായി ബന്ധം മുട്ടെങ്കിൽ, ദിക്റുമായി വിട്ടു നിൽക്കാറുണ്ട് കണ്ടെങ്കിൽ അങ്കുള്ള കൂട്ടുകാരൻ ശൈത്താനായിട്ടിക്കറാണ്ട് അല്ലാഹു ഖുർആനിൽ നമുക്ക് പരിപാടി തണ്ട. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഞങ്ങളുടെ ജീവിതത്തിൽ ചൊല്ലുന്ന ഒരുപാട് ദിക്റുകളുണ്ട്,
ഞങ്ങൾ നിസ്കാരത്തിൽ പിന്നെയുള്ള ദിക്റുണ്ട്, അതേപോലെ ബാക്കിയുള്ള ഓരോ ടൈമുകളും ഞങ്ങൾ ചൊല്ലായെങ്കിൽ ദിക്റുണ്ട്. അതെല്ലാം ഞങ്ങൾ ജീവൻതികയായിട്ട് എപ്പോഴും ഹയാത്താക്കിക്കൊണ്ടിരിക്കണോ, എപ്പോഴും ചൊന്നുകൊണ്ടിരിക്കണോ. അങ്ങനെ ചൊന്നുകൊണ്ടിരിക്കാണ്ട് കണ്ണെങ്കിൽ പിന്നെ അങ്ങനെ ഖൽബ് എപ്പോഴും ഹയാത്തിക്കൂ, ഖൽബ് എപ്പോഴും നെമ്മതിക്കൂ. ആ ഖൽബുള്ള നെമ്മതി ചൊല്ലത് ഒരു മുഅ്മിന്റെ വലിയ അടയാളമായിട്ട് കൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ആ ദിക്റുകളെ കുറിച്ച് ചൊല്ലുമ്പോൾ ഒരുപാട് ദിക്റുകൾ ഉണ്ട്. അതെല്ലാം ചൊല്ലുകൊള്ളുന്ന ടൈം ഇപ്പൊ ഇല്ല. പ്രധാനപ്പെട്ട മൂന്ന് വിഷയങ്ങൾ അല്ലാഹുവിന്റെ ഹബീബ് അഷ്റഫുൽ ഖൽഖ് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊല്ലു, കലിമതാനി ഖഫീഫതാനി അലൽ ലിസാൻ സഖീലതാനി ഫിൽ മീസാൻ ഹബീബതാനി ഇലർ റഹ്മാൻ. അല്ലാഹുവിന്റെ ഹബീബ് രണ്ട് ദിക്റുകളെ കുറിച്ച് നമുക്ക് പരിപാടിയുണ്ട്. എന്തിനായിട്ട് അല്ലാഹുവിന്റെ ഹബീബ് ചൊല്ലത് കലിമതാനി, രണ്ട് ദിക്റുക, രണ്ട് കലിമത്തുക, ഖഫീഫതാനി അലൽ ലിസാൻ, നാവുകൾ ചൊല്ലുക ചൊമ്മ ഈസി ആയിട്ടിക്കറേ, നാവുകൾ ചൊമ്മ ഈസി ആയിട്ടിക്കറാ ദിക്റുക ചൊല്ലത്. മാത്രമല്ല സഖീലതാനി ഫിൽ മീസാൻ, നാളെ മീസാനിൽ തൂക്കുമ്പോഴത്തേക്കോ ഭയങ്കര ഭാരായിട്ടിക്കറ്, ഭയങ്കര ദിന്നായിട്ടിക്കറ്. ഹബീബതാനി ഇലർ റഹ്മാൻ, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടതായിട്ടിക്കറ്. ചൊല്ലുക ചൊമ്മ സുലഭവും, ചൊല്ലുക ചൊമ്മ സുലഭവും, നാവുകു നാളെ തുലാസിൽ തൂക്കുമ്പോഴത്തേക്ക് ഭയങ്കര ദിന്നവും. അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ജന്ന ദിക്റുകളെ കുറിച്ചിട്ട് അല്ലാഹുവിന്റെ ഹബീബ് നമുക്ക് പരിപാടി തന്നത്. എന്തിനായിട്ട് ജന്ന ദിക്റുക ഒന്ന് സുബ്ഹാനല്ലാഹി സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അദീം. ഈ രണ്ട് ദിക്റുകളെ പതിവാക്കിയാറുണ്ട് കണ്ടെങ്കിൽ അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള ദിക്റായിട്ട് തസ്ബീഹായിട്ട് നാളെ മീസാനിൽ നന്മയും തിന്മയും തൂക്കുമ്പോഴത്തേക്കോ നന്മക്ക് യാറെ ദിന്ന പൂള്ളങ്ങനത്തെ രണ്ട് ദിക്റുകളായിട്ട്. മാത്രമല്ല നാവുക ചൊല്ലുക ചൊമ്മ സുലഭമുള്ളങ്ങനത്തെ രണ്ട് ദിക്റുകളായിട്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അത്തരത്തിലുള്ള ദിക്റുകൾ എപ്പോഴും യാറായിട്ട് ചൊന്നുകൊണ്ടിരിക്കണോ, ആ ദിക്റുകൾ യാറാക്കിക്കൊണ്ടിരിക്കണോ. ആ ദിക്റുകൾ യാറാക്കിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കോ നിങ്ങളെ ഖൽബുകളെല്ലാം ഹയാത്താവുടോ, ഖൽബുകളെല്ലാം ഹയാത്താവുമ്പോഴത്തേക്കോ അല്ലാഹുവുമായുള്ള സമ്പർക്കം യാറാവുടോ. പിന്നെ അല്ലാഹുവുമായുള്ള സമ്പർക്കം യാറായാൽ പിന്നെ നിസ്കരിക്കുക നമുക്ക് മടിവണ്ടില്ല, നോമ്പ് നോക്കുക നമുക്ക് മടിവണ്ടില്ല, ദീനീ കാര്യത്തിൽ മുൻചൂണിയിൽ നിൽക്കുക നമുക്ക് മടിവണ്ടില്ല. ഇബ്ലീസുമായുള്ള ബന്ധം പൂർണ്ണമായിട്ടും ഇല്ലാണ്ട് ആവുടോ. ആ കാരണം കൊണ്ടിട്ട് നമുക്ക് യഥാർത്ഥമായ മുസ്ലിമായിട്ട് മുഅ്മിനായിട്ട് ജീവിക്കുക സാധ്യമാവുടോ. അല്ലാഹു അത്തരത്തിലുള്ള യഥാർത്ഥമായ മുത്തഖിയായ മുഅ്മിനീങ്ങളെ കൂട്ടത്തിൽ എല്ലാവരും പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ചൊന്നുകൊണ്ട് വന്ന വിഷയ ഇത്തരത്തിലുള്ള ദീനീ സംരംഭങ്ങൾ, ഇത്തരത്തിലുള്ള ദീനീ ചട്ടുവട്ടിക്കുക, ഇത്തരത്തിലുള്ള ദീനീ കാര്യക്രമങ്ങൾ, ഇതെല്ലാം നിങ്ങളുടെ ജീവനത്തെ പരലോകവും ഇഹലോകവും പരലോകവും അതെല്ലാം വിജയിക്കുള്ള വലിയൊരു കാരണമായിട്ടിക്കരേ. അതുകൊണ്ട് ഇത്തരത്തിലുള്ള മജ്‌ലിസുമായുള്ള ബന്ധങ്ങൾ, ഇത്തരത്തിലുള്ള മജ്‌ലിസുമായുള്ള സമ്പർക്കങ്ങൾ ഒരിക്കലും വിട്ടുവിടുക തീരാ. ഇബ്ലീസിലെ എല്ലാ നിലക്കുള്ള ശർറങ്ങൾ യാറായിട്ട് വർദ്ധിച്ചിട്ട് ദൈനംദിനമായിട്ട് യാറായോണ്ടിരിക്കുമ്പോഴത്തേക്കോ ഇത്തരത്തിലുള്ള മജ്‌ലിസായിട്ട് നമുക്കുള്ള ഏക ആശാ കേന്ദ്ര. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഈ റായത്തിലുള്ള ഇത്തരത്തിലുള്ള സംരംഭങ്ങൾ ഇനി പണ്ടവർഷവും നടക്കുമ്പോഴത്തേക്കോ, ഇനി പണ്ടവർഷവും നടക്കുമ്പോഴത്തേക്കോ ഒന്നും മടിയില്ലാണ്ട് ഒന്നുകൊണ്ടങ്ങ് ബാക്കോട്ട് പോകാണ്ട് നല്ല രൂപത്തിൽ ഈ ഒരു സംരംഭവുമായി ബന്ധപ്പെട്ട് എല്ലാവരും സഹകരിച്ച് വിജയിപ്പിക്കണോ. അല്ലാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവസാനമായി മരിക്കണമെന്ന ടൈമിലും കാമിലായ ഈമാനോടുകൂടെ ജീവിച്ചിട്ട് ഈമാനോടുകൂടി മരിക്കുകൊള്ളങ്ങനത്തെ വലിയൊരു സൗഭാഗ്യം നമുക്ക് എല്ലാവർക്കും അല്ലാഹു തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ആ മരിക്കണമെന്ന ടൈമിലും അല്ലാഹുവിന്റെ ഹബീബ് അഷ്റഫുൽ ഖൽഖ് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സാന്നിധ്യം വേണോണ്ട് കണ്ടെങ്കിൽ പൂർവികരായ എത്രമാ മഹാന്മാർ, എത്രമാ
മഹത്തുക്കളായ പണ്ഡിതന്മാർ, മഹത്തുക്കളായ ഔലിയാക്കന്മാർ ഞങ്ങളെ ജീവനത്തെ അവസാന ടൈം നോക്കുമ്പോഴോ അങ്ങനെ എല്ലാവരും വിജയിച്ചത് അല്ലാഹുവിന്റെ ഹബീബ് അഷ്റഫുൽ ഖൽഖ് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സഹായം കൊണ്ടായിട്ടിക്കരേ. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഞങ്ങളുടെ ജീവിതത്തിലും അവസാനമായിട്ടും ഞങ്ങൾ മരിക്കരങ്ങനത്തെ ടൈമിൽ വിജയിക്കുന്നുണ്ട് കണ്ടെങ്കിൽ ആ ഹബീബുമായുള്ള ഹബീബുടെ സാന്നിധ്യം വളരെയേറെ അത്യാവശ്യമായിട്ടിക്കരേ. ആ ഹബീബുടെ സാന്നിധ്യം ഞങ്ങളുടെ ജീവിതത്തെ അവസാനത്തിൽ കിട്ടുന്നുണ്ട് കണ്ടെങ്കിൽ ജീവിക്കരങ്ങനത്തെ ടൈമില് ആ ഹബീബുമായുള്ള ബന്ധം ആരാക്കി കൊണ്ടിരിക്കണോ, ഹബീബിനൊട്ടുകൊള്ളങ്ങനത്തെ ഹബീബിന് മേലുള്ളങ്ങനത്തെ സ്വലാത്ത് എപ്പോഴും യാറായിട്ട് ചൊന്നുകൊണ്ടിരിക്കണോ. അതായിട്ട് സഹാബത്ത് നമുക്ക് കാട്ടി തന്നത്, അതായിട്ട് പൂർവികരായ മഹത്തുക്കളായ പണ്ഡിതന്മാരും ഔലിയാക്കന്മാരും സ്വാലിഹീങ്ങളും പൂർവ്വസൂരികളായ എല്ലാ ആൾമാരും നമുക്ക് കാട്ടിയതും അതേ ആയിട്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ആ ഹബീബുമായി ഹബീബ് നമുക്ക് പരിപാടിയതുപോലെ അല്ലാഹുവിന്റെ ഹബീബ് അഷ്റഫുൽ ഖൽഖ് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിപാടിയതുപോലെ ആ യഥാർത്ഥമായ വിശുദ്ധ ഇസ്ലാമുടെ യഥാർത്ഥമായ ആശയത്വവും ആദർശവും ആദർശത്വവും അതിനെ പഠിച്ചങ്ങനത്തെ സ്വഹാബത്തുക, അതിന് പഠിച്ചങ്ങനത്തെ താബീഇങ്ങ, തബഉ താബീഇങ്ങ, അമ്പിയാക്കന്മാർ, മുർസലീങ്ങൾ, ശുഹദാക്കൾ, പൂർവ്വസൂരികളായ ഉസ്താദന്മാർ എല്ലാവരും നമുക്ക് പരിപാടി തന്നങ്ങനത്തെ അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്ത് യഥാർത്ഥമായ നൈജമായ ആശയത്വവും ആദർശത്വവും മുറുകെ പിടിച്ച് ജീവിക്കണോ. ഞങ്ങളിൽ പിന്നെ ഞങ്ങളുടെ മക്കൾക്കും അത്തരത്തിലുള്ള നല്ല സൽപാന്താവും ആ ഒരു നേരായ റൂട്ട് കാട്ടിക്കൊടുക്കുകയുള്ള എല്ലാവിധ വ്യവസ്ഥകൾ എല്ലാവരും ബാക്കി വയ്ക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു തആല ഞങ്ങൾക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് അല്ലേ ഇന്നത്തെ പലക്ക അവസാനിക്കുക. ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആർക്ക് കൊണ്ടു അതേപോലെ ഇൻഷാ അല്ലാഹ് ദുആർക്ക് കൊണ്ടു അങ്ങനെ ഞങ്ങൾ ഒട്ടുകൂടിയത് നിങ്ങളെല്ലാവരും വെച്ചിട്ടുള്ളത് ഭയങ്കരമാക്കപ്പെട്ട പരിശുദ്ധമാക്കപ്പെട്ട ഒരു ജാഗയിലായിട്ട് കേവലം ഒരു പള്ളി അല്ലാണ്ട് ഒരു മക്കാമം കൂടി ഉള്ളത് കൊണ്ടിട്ടു കുടകുള്ളകത്തി ഒരു മജ്ലിസ് കുള്ളകത്തി ആ ഒരു കൂലി ആ ഒരു പുണ്യ അത് എത്രയാണ്ട് ചൊല്ലുകൂ നമുക്ക് ഒരിക്കലും സാധ്യയില്ല. അപ്പൊ ഇൻഷാ അല്ലാഹ് ഈ മജ്ലിസ് ചൊല്ലങ്ങനത്തെ ഓരോ വിഷയങ്ങളും ഇവിടെ ആക്കടങ്ങനത്തെ ഓരോ കാര്യങ്ങളും എല്ലാത്തും ഭയങ്കരമായ അല്ലാഹുവിന്റെ സ്വീകാര്യമുള്ള ഖബൂലിയത്തുള്ള ഒരു കാര്യം കൂടിയായിട്ട്. അപ്പൊ ഇൻഷാ അല്ലാഹ് എന്റെ ഈ ബഹുമാനമാകപ്പെട്ട പരിശുദ്ധമാകപ്പെട്ട ഈ ഒരു മജ്ലിസിൽ കൂടെ ഒരു ലേലം നടത്തുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഇവിടെ വിതരണാക്കണങ്ങനത്തെ ഓരോ ബസ്സുകളും കേവലം ഒരു ബസ് അല്ലാണ്ട് മഹാന്മാരുടെ സന്നിധിയാവുമ്പോൾ അങ്ങനെ പുണ്യവും കൂടി കിട്ടുന്നൊരു ചാൻസ് ഉള്ള ഒരു കാര്യവും കൂടി ആയതുകൊണ്ട് ഇൻഷാ അല്ലാഹ് എല്ലാവരും ലേലം വിളിക്കുമ്പോൾ മുന്നോട്ട് വന്നിട്ട് സഹകരിക്കണം കേട്ടോണ്ടല്ലോ ഇൻഷാ